ആ ഭക്തനുണ്ടല്ലോ, അയാൾ ഒരാളുടെയും ദാസനല്ല, അടിമയല്ല, ആർക്കും ഒന്നും കൊടുക്കാനോ കടബാധ്യതയുള്ളവനോ അല്ല. അല്ല. എത്ര വിശേഷപ്പെട്ട പ്രസ്താവനയായത്. ഭേദബുദ്ധി മനസ്സിൽ നിന്ന് പോണം, മമത മനസ്സിൽ നിന്ന് പോണം, അഹങ്കാരം പോണം. കർമ്മമോക്ഷായ കർമാണി എന്നാണ് നവയോഗി സംവാദത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും ആ കർമ്മത്തിൽ നിന്ന് വിരാമം നേടാനാണ്. യജ്ഞയാഗങ്ങൾ ചെയ്യുന്നത് എന്തിന്? ഇനി വേണ്ട എന്ന് പറയാൻ. ഇന്ദ്രനെ യജിക്കുന്നത് എന്തിനാ? ഇനി ഇത് വേണ്ട എന്ന് തോന്നാൻ. ജീവിക്കുന്നതോ മതി, തൃപ്തിയായി എന്ന് തോന്നാൻ. വേദങ്ങൾ കാമ്യകർമ്മങ്ങൾ വിധിക്കുന്ന സമയത്തും അത് അർത്ഥശൂന്യമാണെന്ന് അവർ തുറന്നു പറയും. ആ തുറന്നു പറഞ്ഞതാണല്ലോ ഉപനിഷത്തിലൊക്കെ ഉള്ളത്. അവിദ്യായാം അന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ. അവിദ്യയുടെ ഉള്ളിലാണ് ഈ കർമ്മകാണ്ഡികൾ മുഴുവൻ കിടന്ന് കളിക്കുന്നത്. സ്വയം ധീരന്മാരാണെന്ന് വിചാരിക്കാം, പക്ഷേ വാസ്തവത്തിൽ അന്ധേന ഇവ നീയമാന യഥാന്ധാ. കുരുടൻ മറ്റു കുരുടന്മാരെ നയിക്കുന്നത് പോലെയാണ് അവരുടെ കാര്യം. കാര്യം മനസ്സിലാവണമെങ്കിൽ പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായാസ്ത്യകൃതകൃതേന. ഒരു സദ്ഗുരുവിന്റെ അടുത്ത് തന്നെ ചെല്ലണം, ചെന്നിട്ട് ചോദിക്കണം എന്താണ് ഉന്നമനത്തിനുള്ള വഴി എന്ന്. ആശ ശക്തമാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നുക. അതാണ് വേദങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിഷേധിച്ചിട്ട് ഒരു വിധി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ ആശയുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ള വഴി ഇതാണ്. ഇതൊക്കെപ്പാടെ കൂടി നോക്കുമ്പോൾ കൃഷ്ണൻ നടത്തുന്ന വിലയിരുത്തൽ തികച്ചും സ്ഥാനത്താണ്. അദ്ദേഹത്തിന്റെ മതം യജ്ഞദാന തപസ്സുകൾ വർജിക്കാൻ പാടില്ല. അതെങ്ങനെ ചെയ്യണം? സംഘം ത്യക്ത്വാ ഫലാനിച. അതിനോട് സംഘമുണ്ടാവരുത്, അതിന്റെ ഫലങ്ങളിൽ അഭിലാഷവും വേണ്ട. ഇത് രണ്ടുമില്ലാതെ ചെയ്യണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ആലോചിക്കൂ. ഇത്ര നേരം ഞാൻ പറഞ്ഞുല്ലോ, ഇന്ദ്രോഹം സർവദേവാനാം എന്ന് പറഞ്ഞതിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. അപ്പോൾ അച്ഛനോട് സംസാരിക്കുകയാണ്. യാഗം നടത്താനുള്ള ആലഭാരങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാഗം അതേപടിക്ക് ചെയ്യണ്ട, അത് മുടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ? ഇവിടെ യാഗ നിർവഹണമാണ് ഇവിടെ മുഖ്യം. യാഗം അനുഷ്ഠിക്കുന്നത് ആരാ? നന്ദഗോപനും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി. അവരുടെ സത്പ്രവൃത്തി നടന്നോട്ടെ, പക്ഷെ അത് ഇന്ദ്രനെ ഉദ്ദേശിച്ചാവണ്ട. നമ്മുടെ സത്പ്രവൃത്തി നമ്മളെ ഉദ്ദേശിച്ചിട്ട് വേണം നടത്താൻ. ആ യജ്ഞമായാലും യാഗമായാലും ദാനമായാലും തപസ്സായാലും ശരി, അത് നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ എന്തു വേണം? അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ വേണം. ആ വിലയിരുത്തലാണല്ലോ ഭഗവത്ഗീതയാണെങ്കിലും ഉദ്ധവനുള്ള ഉപദേശമാണെങ്കിലും എവിടെയും ഈ വിലയിരുത്തലാണ് നടക്കുന്നത്. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് വേദങ്ങളിൽ യജ്ഞയാഗത്തിനുള്ള വിധിയില്ലേ? ആർക്ക്? അതിൽ താല്പര്യമുള്ളവർക്ക്. ആ താല്പര്യമാണോ അന്തിമം? അല്ല. അതിനെ വിട്ടു മനസ്സ് ഉയരണം. ഉയർന്നിട്ടോ സർവാത്മശരണഭാവം നമ്മുടെ മനസ്സിൽ വരണം. ഭക്തി വേണം, വിരക്തി വേണം, ജ്ഞാനം വേണം. ഈശ്വരൻ മാത്രമായി തീരണം. അതിന് സഹായിക്കുന്നതാണ് എല്ലാം. ഈ വിമർശനമില്ലാതെ, ഈ വിലയിരുത്തലില്ലാതെ നമ്മുടെ മനസ്സ് ഒരിക്കലും ഈ വിശേഷപ്പെട്ട കാമ്യകർമ്മങ്ങളോട് യാത്ര പറയാൻ പോകുന്നില്ല. മനസ്സിന് യാത്ര പറയണമെങ്കിൽ ഈ വിവേകവും വൈരാഗ്യവും ഉണ്ടായേ തീരൂ. പരീക്ഷത്തിന് എന്താ ഉണ്ടാകുന്നത്? വിവേകവും വൈരാഗ്യവും. എന്തെങ്കിലും കർമ്മം അദ്ദേഹം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉള്ളതൊക്കെ വിട്ടു. 7-ാം ദിവസമാണ് മോക്ഷം കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ എത്ര കർമ്മങ്ങൾ ചെയ്യുന്നു പരീക്ഷിത്ത്? ഒന്നും ചെയ്യുന്നില്ല. ഈ തത്വകഥന ശ്രവണം മാത്രമേ ഉള്ളൂ. അതേമാതിരി ആകണം നമ്മുടെ മനസ്സും. ശ്രീമദ് ഭാഗവതം കഥിക്കുന്നതെന്തോ, അവതരിപ്പിക്കുന്നതെന്തോ, അത് നിങ്ങളുടെ മനസ്സിൽ മുറുകി 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 നിൽക്കട്ടെ. അത് വായിക്കൂ, കേൾക്കൂ, ചിന്തിക്കൂ, ഗ്രഹിക്കൂ. ഇത്രയേ വേണ്ടൂ. പിന്നെ ഒരു കർമ്മത്തിൻ്റെ പിന്നാലെയും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. അങ്ങനെ നൈഷ്കർമ്യം ആവിഷ്കൃതം എന്നാണല്ലോ അവസാനം ശ്ലോകത്തിൽ പറയുന്നത്. തത്രജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യം ആവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം കേൾക്കുക, മനസ്സിലാക്കുക, പിന്നെ സ്വയം വായിക്കുക, അതിനുശേഷം സ്വന്തമായി തത്വവിചാരം ചെയ്യുക. ഇതെല്ലാം ആയാൽ ഭക്തി മൂലം നമുക്ക് മോചനമുണ്ടാവും, മോക്ഷം ലഭിക്കും. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രതിജ്ഞയും ലക്ഷ്യവും ഉദ്ദേശവുമെല്ലാം. അത് നല്ല പോലെ മനസ്സിലാക്കൂ. നമ്മളുടെ ഈ വിഭൂതി വർണ്ണന അതിങ്ങനെ വായിച്ച് ഞാൻ അതാണ്, ഞാൻ അതുമാണ്, ഞാൻ ഇതുമാണ് എന്നിങ്ങനെ പറഞ്ഞു പോകാതെ പ്രേക്ഷകരുടെ ഉള്ളിൽ തത്വവിചാരം എന്ന് പറയുന്നത് പ്രവേശിക്കണം. എന്താണ് കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്?
അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് നിങ്ങൾ എന്താലോചിച്ചാലും ശരിയാ. കൃഷ്ണൻ പറഞ്ഞത് ശരിയായില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും അവിടെ ഭക്തിക്ക് യാതൊരു കോട്ടവും വരുന്നില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല അതിന്. പക്ഷെ എന്തായാലും തത്വവിചാര നിർഭരമാവണം നിങ്ങളുടെ മനസ്സ്. അതിനു വേണ്ടിയിട്ടാണ് വൈരുദ്ധ്യങ്ങളാണ് എന്ന് തോന്നിക്കുന്ന ഈ ഭാഗങ്ങളെ സമ്മേളിപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മഥനം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് അവതരിപ്പിച്ചത്. അത് സഫലമാകും എന്ന് വിചാരിക്കട്ടെ. ഉദ്ധവൻ കൃഷ്ണനോട് ചോദിച്ചുല്ലോ, എന്ത്, അങ്ങയുടെ വിശേഷമായ രൂപങ്ങളും പ്രകടനങ്ങളും എന്തെല്ലാം എന്നൊന്ന് പ്രത്യേകമായി പറഞ്ഞു തരണമെന്ന്. ഒരു നിലയ്ക്കതൊരു വിശ്വരൂപ വർണ്ണനയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞുകൂടാ. വിശ്വം എന്ന് പറയുമ്പോൾ ഒഴിവില്ലാതെ എല്ലാം പെടുമല്ലോ അതിൽ. ഇതിപ്പോൾ എല്ലാം പറയുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും മനുഷ്യന് എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ചാലോ കണ്ടാലോ ആശ്ചര്യമോ ഈശ്വരീയതയോ തോന്നാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ആ പറയുന്നതിൽ വിവേകികൾക്ക് മനസ്സിലാക്കാനായി വൈരാഗ്യവും വിവേകവും വളർത്താനായി പല മൂല്യങ്ങളും ഇതിലുണ്ട്. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? 13-ാമത്തെ ശ്ലോകം. ഇന്ദ്രോഹം സർവദേവാനാം വസൂനാമസ്മി ഹവ്യവാട് ആദിത്യാനാമഹം വിഷ്ണു രുദ്രാണാം നീലലോഹിത. എല്ലാ ദേവന്മാരിലും വെച്ച് ഞാൻ ഇന്ദ്രനാണ് എന്ന് പറഞ്ഞു. ആ ഇന്ദ്രനെ കുറിച്ചാണ് ഞാൻ കുറേ അധികം മുൻപിൻ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങളോട് ഒരു വിസ്താരം എന്നൊരു വിസ്തൃതമായ ഒരു വിവരണം നൽകിയത്. നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാം കേട്ടിട്ട് താത്വികമായി ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ചോദിക്കാനുള്ളത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതിമഹത്തായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്, അതിമഹത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രം നമ്മെ ചിന്തിപ്പിക്കണം, ആലോചിപ്പിക്കണം, തത്വവിചാര മഗ്നരാക്കി തീർക്കണം. ഭക്തിയുടെ കൂട്ടത്തിൽ ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത, ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ഇത് രണ്ടും കൂടി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതായ പരിമാണങ്ങളും മാനങ്ങളും ഇതെല്ലാം നല്ല പോലെ ഗ്രഹിച്ചാൽ മാത്രമേ ഭക്തി സമഗ്രവും സഫലവുമാകൂ. അല്ലെങ്കിൽ ഭക്തി ഭഗവാൻ എന്ന് 2 വാക്ക് മാത്രം പറഞ്ഞാൽ പോരെ? അതല്ലല്ലോ. 18,000 ശ്ലോകങ്ങൾ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ ഇന്ദ്രനെ പറ്റി പറഞ്ഞപ്പോ ഈ ഇന്ദ്രൻ ഇത്ര വലിയ വിശേഷപ്പെട്ട ഒരു പ്രകടനമാണോ? ആ ഇന്ദ്രനെ തന്നെയല്ലേ തട്ടിത്താഴ്ത്തി പറഞ്ഞതും ഇന്ദ്രന്റെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് സൂചിപ്പിച്ചത് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ചിന്തിപ്പിക്കാനാണ്. ഭാഗവത ശാസ്ത്രം ഭക്തന്മാരുടെ മനസ്സിൽ നുഴഞ്ഞങ്ങോട്ട് കയറി താത്വികമായിരിക്കുന്ന വിചാരത്തിന് അവരെ വിധേയരാക്കാതെ കഴിയില്ല. അതാണ് ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അതിൽ ആദ്യത്തെ വഴി ഇന്ദ്രോഹം സർവദേവാനാം, അത് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് പറയണം. വസൂനാമസ്മി ഹവ്യവാട് ആദിത്യാനാമഹം വിഷ്ണു രുദ്രാണാം നീലലോഹിത. വസുക്കളിൽ വച്ച് ഞാൻ അഗ്നിയാണ്, ഹവ്യവാട്. അപ്പൊ അനവധി വസുക്കൾ ഉണ്ടെങ്കിലും അഗ്നിക്കുള്ള പ്രാധാന്യം 2 തരത്തിലാണ് പ്രാധാന്യം. ഒന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ അഗ്നി വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അഗ്നി ഉപയോഗിച്ചാണല്ലോ നാം ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യുന്നത്. അഗ്നി ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് എല്ലാം പച്ചയും പഴവുമായിട്ട് കടിച്ചു തിന്നേണ്ടി വന്നിട്ടുണ്ടാവും. അഗ്നി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാംസഭുക്കുകളായത് മനുഷ്യര് എന്ന് വരെ നമുക്ക് പറയാം. വിരോധമില്ല, അങ്ങനെയാണ് ഒരു സത്യം. എന്താണെന്ന് വെച്ചാൽ വേവിച്ചല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ആ വേവിക്കുന്ന സമയത്ത് എല്ലാം വേവിക്കാം. അഗ്നി ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ പല്ലിന്റെ ഘടനയൊക്കെ നോക്കൂ. ഏതെങ്കിലും ജന്തുക്കളെ പിടിച്ച് കലിച്ച് അങ്ങനെ അങ്ങോട്ട് തിന്നാൻ പറ്റുന്ന പല്ലുകളൊന്നും നമുക്കില്ല. ചുണ്ടും അങ്ങനെയല്ല. അപ്പൊ അഗ്നി വളരെ പ്രധാനമാണ്. ആദിത്യാനാമഹം വിഷ്ണു, ആദിത്യന്മാരിൽ വെച്ച് വിഷ്ണുവാണ് ഞാൻ. ആദിത്യന്മാരിൽ വെച്ച് വിഷ്ണുവാണ് ഞാൻ. എന്താ ഈ ആദിത്യൻ എന്നുള്ള വാക്കിന് അർത്ഥം? ദിതി അതിഥി എന്ന് 2 പേരാണല്ലോ. അതിൽ അതിഥിയിൽ ജനിച്ചവരൊക്കെ ആദിത്യന്മാരാണ് എന്ന് നമുക്ക് പറയാം. ആ ആദിത്യന്മാർ എത്ര പേരുണ്ട് എല്ലാം കൂടിയിട്ടെന്ന് അറിയോ നിങ്ങൾക്ക്? വേണമെങ്കിൽ പുരാണമാണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയാതെ പോണ്ട. ചിലതെങ്കിലും കുറേശ്ശെ പറയാം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു. എന്താ? ധാതാവ്, മിത്രൻ, അര്യമ, രുദ്രൻ, വരുണൻ, സൂര്യൻ, ഭഗൻ. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? പേരിന് ഒരു കുറവുമില്ല ഭാരതത്തിൽ. ശാസ്ത്രകാരന്മാരുടെ വിരലിൻ്റെ തുമ്പിലും എഴുതുന്ന എഴുത്താണിയുടെ തുമ്പിലും നാവിൻ്റെ തുമ്പിലും മസ്തിഷ്കത്തിലും ധാരാളം പേരുകൾ. അവർക്ക് ആശയത്തിന് ഒരു കുറവുമില്ല. വരുണൻ, സൂര്യൻ, ഭഗൻ, വിവസ്വാൻ. നമ്മുടെ ശാസ്ത്രങ്ങളിലും ശാസ്ത്രകഥനങ്ങളിലും വിവസ്വാന് വലിയ സ്ഥാനമാണ്. പൂഷ, സ്വസ്തിനഃ പൂഷ എന്നൊക്കെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നതാണ്. സവിത, ആ സവിതാവിനെയാണ് നമ്മൾ സൂര്യൻ സൂര്യൻ എന്നിങ്ങനെ പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ത്വഷ്ട വിഷ്ണു. അങ്ങനെ 12 ആദിത്യന്മാരാണ്. ഒരിക്കൽ കൂടി പറയാം. ധാതാവ്, മിത്രൻ, അര്യമ, രുദ്രൻ, വരുണൻ,
സൂര്യൻ ഭഗൻ വിവസ്വാൻ പൂഷാ സവിതാ ത്വഷ്ടാ വിഷ്ണു. അതിലെ ആദിത്യന്മാരിൽ വെച്ച് വിഷ്ണുവാണ് ഞാൻ. ഈ പേരുകൾ പണ്ട് കാലത്ത് വേറെ 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 വസ്തുക്കളെയോ അല്ലെങ്കിൽ അസ്തിത്വങ്ങളെയോ ആണ് സൂചിപ്പിച്ചിരുന്നത്. അവസാനം ഇതെല്ലാം കൂടി ചേർന്ന് ആദിത്യൻ എന്ന് പറഞ്ഞാൽ സവിതാവ് സൂര്യൻ എന്ന ഒന്നിൽ ഒതുങ്ങിയത്രേ. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പരിഗണനയാണത്. അങ്ങനെ നോക്കുമ്പോൾ രുദ്രാണാം നീലലോഹിത, രുദ്രന്മാരിൽ വെച്ച് നീലലോഹിതനാണ് ഞാൻ. ബ്രഹ്മർഷീണാം ഭൃഗുരഹം, രാജർഷീണാം അഹം മനു, ദേവർഷീണാം നാരദോഹം, അവിർധാന്യസ്മി ധേനുഷു. ഇതിൽ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാ? ഭൃഗു മഹർഷി. നമുക്ക് സപ്തർഷികൾ പലതരത്തിലുള്ള മഹർഷിമാരെ പറ്റി പറയാറുണ്ട്. അതിൽ കശ്യപനെ പറ്റി നമുക്കറിയാം. അനവധി മഹർഷിമാരുണ്ട്. അതിൽ ചിലർക്കൊക്കെ പ്രാധാന്യം കൂടുതലാണ്. നാരദൻ, ഭൃഗു എന്ന് പറയുന്ന ആൾക്കും. എന്താ ഈ ഭൃഗു മഹർഷിക്കുള്ള പ്രാധാന്യം? അറിയേണ്ട കൂട്ടത്തിലാണ്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഭൃഗു മഹർഷിയെ പറ്റി പ്രത്യേകമായ ഒരു വിവരണം 10ാമത്തെ സ്കന്ധത്തിലുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഭൃഗുവിൻ്റെ ഇടി എന്നൊക്കെ പറയും. എൻ്റെ ചെറുപ്പകാലത്ത് ഭൃംഗീരടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇതെന്താണാവോ? ഞാനിത് പറയുന്നതിൽ നിന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്ന് എഴുതിയതാ? ബഹുസഹസ്രാബ്ദങ്ങൾ മുമ്പ് എഴുതിയതാ. ആ എഴുതിയതിന് ശേഷം ഈ ഉപഭൂഖണ്ഡത്തിൽ ഒരു ഭാഗത്ത് ഹിമാലയവും 3 ഭാഗത്ത് സമുദ്രവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഉപഭൂഖണ്ഡമുണ്ടല്ലോ, ഭാരതഭൂമി, അതിലത്തെ പ്രജകൾ എന്തെല്ലാം പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ വീട്ടിൽ തിന്നുകൊണ്ടും ഉറങ്ങിക്കൊണ്ടും ഇരുന്നാൽ പോരാ. കുറച്ച് പണം സമ്പാദിക്കാനായിട്ടുള്ള പഠിപ്പ്, MBAയോ റിസർച്ചോ എന്തൊക്കെയോ IT അതൊന്നും പഠിച്ചാൽ പോരാ. ഇന്നൊന്ന് ആലോചിക്കൂ എന്താ സ്ഥിതിയെന്ന്. നമ്മളൊക്കെ ഭാരതീയരാണ്. ഭാരതീയരെന്ന് പറയുമ്പോൾ ഭാരത പരമ്പരയിൽപ്പെട്ടവരാ. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പഴക്കം എത്രയുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? അവനവൻ്റെ കുടുംബത്തിനെ പറ്റി ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഒരു ദേഹം കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ ബുദ്ധി എവിടുന്ന് കിട്ടി? നിങ്ങൾ ഉണ്ടാക്കിയതാ? അല്ലല്ലോ. ആ കയ്യും കാലും കൊണ്ടൊക്കെ ജോലി ചെയ്യണു. ഇതും നിങ്ങളാരും സമ്പാദിച്ചതല്ല. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. വീടൊക്കെ ഭൂമിയിലാണ്. കുഴിച്ചെടുക്കുന്ന സാധനങ്ങളും ഭൂമിയിൽ നിന്നാണ്. അതിൻ്റെ ഉപരിഭാഗത്താണ് ജലാശയം, സമുദ്രം. അവിടുന്ന് അങ്ങോട്ടോ സൂര്യൻ്റെ രശ്മികൾ, ചന്ദ്രൻ്റെ രശ്മികൾ, വായു, അഗ്നി, ഇതൊക്കെ നമുക്ക് നിത്യസഖന്മാരാണ്. നിത്യസഖികളും സഖന്മാരുമാണ് ഇതൊക്കെ. ഇതോടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഉപാധികളോ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളോ ആയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? അപ്പോൾ ഈ ഭൃഗു, നാരദൻ, ഈ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യസംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്കാരമുള്ള കുടുംബങ്ങളിൽ, വ്യക്തികളിൽ. ഇതിങ്ങനെ പോകാതെ നമ്മുടെ നിത്യസംഭാഷണത്തിൻ്റെ ഉൾഘടകങ്ങളായി നിർത്താൻ എങ്ങനെ സാധിച്ചു? എങ്ങനെയാണ് തുടരുന്നത്? എനിക്ക് പലരും എഴുതുന്നുണ്ടല്ലോ. ആ എഴുത്തുകളിൽ ചിലരൊക്കെ എഴുതുന്ന കാര്യങ്ങൾ എന്നെ അതിശയിപ്പിക്കാറുണ്ട്. ചിലരെഴുതും എനിക്ക് വയസ്സ് 80ആയി 60ആയി, ഞാൻ അതാണ് ഇതാണ്. എന്നിട്ട് ചില ചോദ്യങ്ങൾ, അവരുടെ ചോദ്യവും അവരുടെ എഴുത്തിൻ്റെ ഭാഷയും അവർ ഉന്നയിക്കുന്നതായ ചില ചിന്താഗതികളും ഇതൊക്കെ കണ്ടാൽ ഇത്രയധികം സംസ്കാരം ഒളിഞ്ഞൊളിഞ്ഞ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മുത്തശ്ശിമാരിലും മുത്തശ്ശന്മാരിലും കിടക്കുന്നുണ്ടോ? എനിക്കത് കേട്ട അതിശയം തോന്നുക. അവർ പറയുന്ന ചില ആശയങ്ങൾ പെട്ടെന്ന് സാധാരണ നമ്മുടെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ കണ്ടുപിടിക്കാൻ വിഷമമായിരിക്കും. അതിൻ്റെ ഇടയിൽ അപൂർവം ചില ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട്. അവരുടെ സംശയം പുരാണ സംശയമായതുകൊണ്ട് ഞാനൊരു പുരാണക്കാരനല്ല. ഞങ്ങളൊക്കെ വേദാന്തികളാണ്. പരമാത്മദർശനം, പരമാത്മ സാക്ഷാത്കാരമുള്ളവരാണ്. അപ്പം ഞങ്ങളൊക്കെ ചുരുക്കി വെട്ടിപ്പിടിച്ച് എല്ലാറ്റിനെയും 0 കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി കൊണ്ടോ പെരുക്കി കഴിയുന്ന കൂട്ടരാണ്. എന്നാലും ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. ഒരാൾ ചോദിച്ചിരിക്കുക, ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥ ജംബൂഫലസാരഭക്ഷിണം. കപിത്ഥ ജംബൂഫലസാരഭക്ഷിണം, ഇതിന് അർത്ഥം മനസ്സിലായില്ലല്ലോ സ്വാമിജി. അതിന് ഒരു മറുപടി കൊടുക്കണ്ടേ? വിഘ്നേശ്വരനെ, ഗണപതിയെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ജംബൂഫലസാരഭക്ഷിണം. എന്താ അതിനർത്ഥം? ഞാൻ ചെറുപ്പം മുതൽക്ക് ചൊല്ലിയിട്ടുള്ള ശ്ലോകമാണിത്. പക്ഷെ എനിക്ക് അർത്ഥം പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ഒരു കുഗ്രാമം പാർലിക്കാട്ടിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്പം പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരാൾ, അല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കൃഷ്ണശാസ്ത്രികളായിരുന്നു. കാലടിയിലായിരുന്നു അദ്ദേഹം. ശങ്കരാചാര്യരുടെ ചില ഇടപാടുകളുണ്ട് അവിടെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് പറഞ്ഞത്, ജംബൂഫല സാരഭക്ഷിണം.
വിളാങ്കായ വിളാങ്കായ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വുഡ് ആപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ആന ഈ പഴം തിന്നുമത്രേ. അതിൻ്റെ തോടിന് വലിയ ഉറപ്പാണ്. ആന അത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങും. കടിക്കില്ല, പൊട്ടിക്കില്ല. അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാരം മുഴുവനും അതിൻ്റെ ആമാശയം, കുടലെല്ലാം അത് വലിച്ചങ്ങോട്ട് ദഹിപ്പിച്ചെടുത്തോളും. ബാക്കി ആ തോട എങ്ങനെ വിഴുങ്ങിയോ അങ്ങനെ തന്നെ പുറത്തേക്ക് ആനപ്പിണ്ടത്തിൻ്റെ കൂട്ടത്തിൽ വരും. ഇതൊരു വിശേഷമാണല്ലോ. അതാണ് ജംബൂഫല സാരഭക്ഷീണം എന്ന് പറഞ്ഞത്. സാരം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിലുള്ള എസൻസ്. അപ്പോൾ ഈ വിളാങ്കായുടെ, വുഡ് ആപ്പിളിൻ്റെ ഉള്ളിലുള്ള കഴമ്പ് മാത്രം തിന്ന് ആ തൊണ്ട അങ്ങനെ പുറത്തേക്ക് തള്ളുന്ന ഒരു വിശേഷം ഈ ആനയ്ക്കുണ്ടെന്ന് 7 or 8 വയസ്സായിരുന്ന സമയത്ത് ആരോ ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. അതെനിക്ക് ഓർമ്മയിൽ വന്നു. അപ്പം എനിക്ക് തോന്നി ഞാൻ പാർലിക്കാട്ടിൽ ജനിച്ചതും ആരോ എന്നോട് കളിച്ചും ചിരിച്ചിരിക്കുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ഈ ഒരു വർത്തമാനം പറഞ്ഞതും എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് കൊല്ലപ്പോൾ എത്രയായി? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 71 കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് മുക്തിസുധാകരൻ കേട്ടിട്ട് ഒരാൾ ചോദിക്കുന്നത്, സ്വാമിജി ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ. പെട്ടെന്ന് ഞാൻ മറുപടി അയച്ചില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി വരുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ. ആ കുട്ടിയുടെ അടുത്ത് അവൾ റിസർച്ച് ചെയ്യാണ്. അവളോട് അന്വേഷിച്ച് ജംബൂഫലം എത്ര തരത്തിലുണ്ട്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇത് ശരി തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് മറുപടി പറയാൻ പറഞ്ഞു. ഇതെങ്ങനെയാ ഉണ്ടാവണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമയല്ലേ അത്? നമ്മുടെ സംഭാഷണത്തിൻ്റെ വൈഭവമല്ലേ അത്? നമ്മുടെ ആശയങ്ങളും നാം ഉപദേശിക്കുന്നതായ ക്രമങ്ങളും എല്ലാം ഇങ്ങനെ സംസ്കാര സമ്പന്നമാണെന്ന് മുക്തിസുധാകരം കേൾക്കുന്ന പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവോ? അതിനെ ശരിക്ക് വിലയിരുത്തുവോ? ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവോ എന്ന് ഞാൻ ചോദിക്കാം. ഓരോരുത്തരും 25 പേരോടെങ്കിലും പറയണം. അങ്ങനെ ഈ സംസ്കാരത്തിന് ഒരു പുനരുത്ഥാനം ഉണ്ടാവണം. ബ്രഹ്മർഷീണാം ഭൃഗുരഹം. അപ്പൊ ബ്രഹ്മർഷിമാരിൽ വെച്ച് ഭൃഗുവാണ് ഞാൻ. എന്താ ഈ ഭൃഗു മഹർഷി? ബ്രഹ്മർഷീണാം ഭൃഗുരഹം. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടെ എന്തൊക്കെയാ പറയണത്? എൻ്റെ വിശേഷപ്പെട്ട പ്രകടനങ്ങൾ, വിശേഷപ്പെട്ട അവതാരം എന്ന് പറയുന്നത് ദീർഘകാലമായി ഒരാൾക്ക് ജനിച്ചു ശരീരം വിടുന്നത് വരെ ഒരുപോലെ ജീവിച്ചു വരുന്നവരെയാണ് അവതാരം എന്ന് പറയുക. ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ, കൃഷ്ണൻ, ഇവരൊക്കെ അവതാരങ്ങളാണ്. എന്നാൽ പൊടുന്നനെ ഉണ്ടായി ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രത്യേക സംഭവങ്ങൾക്ക് വേണ്ടി അങ്ങനെ ജനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭൃഗു മഹർഷി സ്വതവേ ഉള്ള ഒരാളാണ്. അദ്ദേഹം ഉപായപ്പെട്ടവനല്ല. ഒരു മഹർഷി ഉപായപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹത്തിൽ മഹർഷിത്വം നല്ല ഒരു മാത്രയിലുണ്ട് എന്നർത്ഥം. നല്ല ഒരു മാത്രയിൽ. അപ്പോൾ സരസ്വതീ നദീ തീരത്ത് ഒരു സത്രം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സത്രം നടത്തുന്നവരുടെ ഇടയിൽ ഒരു സത്രം എന്ന് പറഞ്ഞാൽ പലരും വന്നു കൂടും. ഞങ്ങൾ നൈമിഷാരണ്യത്തിൽ ഒരു ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നുണ്ടല്ലോ. കഴിഞ്ഞ 9 കൊല്ലമായി. ഇക്കൊല്ലം ഡിസംബർ മാസത്തിൽ പതിവ് പോലെ 23, 24 തീയതികളിൽ തുടങ്ങി ജനുവരി 2-നാണ് 10 ദിവസം കൊണ്ട് അത് അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെ സത്രം നടത്തുന്ന സമയത്ത് പലരും അവിടെ വന്നു ചേരും. ആരൊക്കെ വരും? ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും. ക്ഷണിക്കാറില്ല സാധാരണ. പ്രവക്താക്കളെയൊക്കെ ക്ഷണിച്ചു എന്ന് വരാം. ശ്രോതാക്കളെ പൊതുവെ ക്ഷണിക്കുന്നതല്ലാതെ പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. പുണ്യകർമ്മം എവിടെ നടക്കുന്നുവോ അവിടെ ഞാനും എന്ന് പറഞ്ഞ് മാറും തലയും കാലുമായിട്ട് ചെല്ലേണ്ടവരാ എല്ലാവരും. നിങ്ങൾ ഒരൊറ്റ ആൾ ക്ഷണം പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഒരു ആശ്രമമുണ്ട്, നാരായണാശ്രമ തപോവനം. ഇവിടെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ, എല്ലാവരും വരൂ, പടപട എന്നിങ്ങനെ അടിച്ച് പെരുമ്പറ അടിച്ച് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. എങ്ങാനും ഒരു ചക്കപ്പഴമുണ്ട്, ഒരു മാങ്ങയുണ്ട് എന്ന് വെച്ചാൽ അവിടെ തേനും പക്ഷികളും ഒക്കെ വരണത് എങ്ങനെയാ? മരം വിളിച്ചു പറഞ്ഞിട്ടാ? അല്ല, ഫലങ്ങളുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ളവർ വരും. സത്സംഗം വേണം, ബ്രഹ്മവിദ്യാ കാര്യങ്ങൾ കേൾക്കണം, അവനവൻ്റെ മനസ്സ് നന്നാവണം എന്നൊക്കെ വിചാരമുള്ളവരുണ്ടെങ്കിൽ അവർ തന്നെത്താനെ അവർ വന്ന് പെട്ടോളും. അതിന് ക്ഷണ ആവശ്യമില്ല. അപ്പോൾ ഈ സത്രം നടത്തിയപ്പോൾ അവിടെ ധാരാളം ആൾക്കാർ വന്നു. അവരെന്ത് കാര്യമാണ് സംസാരിക്കുക? പുരാണ വിഷയങ്ങൾ, ഇതിഹാസ കാര്യങ്ങൾ, ദേവകാര്യങ്ങൾ, ധർമ്മകാര്യങ്ങൾ, ഇങ്ങനെ പലതുമാണ്. അപ്പം നമുക്ക് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്ന 3 സങ്കല്പങ്ങളുണ്ടല്ലോ. വളരെ വിശേഷപ്പെട്ടതാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം വിടാതെ ചെയ്യുന്ന ആള്, ചെയ്യുന്ന ശക്തി, പ്രഭാവം. വിഷ്ണു എന്ന് പറഞ്ഞാലോ ബ്രഹ്മാവ് സൃഷ്ടിച്ചു വിടുന്നതിന് മുഴുവനും വിഷ്ണു പരിപാലിക്കണം. ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഉത്പന്നങ്ങൾ വേണ്ടതുപോലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ആരാ? മാർക്കറ്റിംഗ് മാനേജർ വേറെയാണ്. ആ മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന പണവും കാര്യങ്ങളും കണക്ക് വയ്ക്കാനോ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. അതുപോലെ ബ്രഹ്മാവ് സൃഷ്ടി മാത്രം നടത്തും. മഹാവിഷ്ണുവോ അതിനെ പരിപാലിക്കുന്ന കർമ്മം മാത്രമേ ഉള്ളൂ, അതിൽ വ്യഗ്രനാണ്. അത് കഴിഞ്ഞാൽ ശിവനോ
ഈ സൃഷ്ടിച്ചു പരിപാലിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചതൊന്നും ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് പോയില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടി നടത്തിയ എവിടെയാ വയ്ക്കുക നിങ്ങൾ വിചാരിക്കൂ. ഒരു വീടുണ്ടാക്കി അവിടെ ജനിക്കുന്ന കുട്ടികളൊക്കെ വളർന്നു, ആരും ചാവണില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ 3 മുറി ഉണ്ടെങ്കിൽ 30 കുട്ടികളുണ്ടായാൽ എവിടെയാ കഴിച്ചു കൂട്ടുക? അപ്പൊ കുറെ വയസ്സായ എല്ലാവരും പോണം. അപ്പൊ സംഹരിക്കുക എന്ന് പറയുന്നതും ഒരു അത്യാവശ്യമാണ്. അതാണ് പരമശിവൻ. ഇങ്ങനെ ഉണ്ടാക്കുക, ഉണ്ടാക്കിയതിനെ നിലനിർത്തുക, നിലനിർത്തിയതിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന 3 പ്രക്രിയകൾ സമാന്തരമായി നടക്കുന്നതാണ്. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, വിഷ്ണു പരിപാലകൻ, ശിവനോ സംഹാരകൻ. ഇവര് 3 പേരിൽ ആരാണ് ഉത്തമൻ, ശ്രേഷ്ഠൻ എന്നിങ്ങനെ ഒരു ചോദ്യം വന്നു. അവിടെ 4 ആള് കൂടുമ്പോൾ പലതും ചോദിക്കാമല്ലോ, പലതും സംശയിക്കാമല്ലോ. അപ്പൊ നമുക്ക് ബ്രഹ്മപുരാണുണ്ട്, വിഷ്ണുപുരാണുണ്ട്, ശിവപുരാണുണ്ട്, എല്ലാവരെ കുറിച്ചും പുരാണം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരുടെ പുരാണവും നമ്മൾ വായിക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാറ്റിൻ്റെയും പിന്നാലെ നമുക്ക് പോകാൻ പറ്റുമോ? എന്നാൽ ഇതിലേതാ ഒന്ന് ഉത്തമമായിട്ടുള്ളത്, ഉത്തമോത്തമമായിട്ടുള്ളത് എന്നാൽ അതിൻ്റെ പിന്നാലെ പോവാം. ആ ഉത്തമോത്തമ പരിഗണനയിൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും പെടുത്തി ആ സത്രത്തിന് വന്നിട്ടുള്ള ആഗതന്മാർ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്ത് കാര്യവും നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ആലോചിക്കാം. സൂര്യൻ്റെ താഴത്തോ സൂര്യൻ്റെ മേലോ ഉള്ളത് എന്തിനെ കുറിച്ചും? സൂര്യൻ്റെ മുകളിലാണല്ലോ നക്ഷത്രങ്ങളൊക്കെ. ആ നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിച്ചൂടെ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഒരു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഹോബി എന്തായിരുന്നു അത്രേ, സമുദ്രതീരത്തിൽ ചെന്ന് അങ്ങോട്ട് കിടക്കും, എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കും, തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങൾ. അത് നോക്കി ഇങ്ങനെ ഗ്രഹിക്കുക, പഠിക്കുക, ആസ്വദിക്കുക. ആസ്വാദനം എങ്ങനെയായാലും ഉണ്ട്, പഠിക്കലും ഗ്രഹിക്കലും ഉണ്ടോ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പം എപ്പോൾ നോക്കിയാലും അദ്ദേഹം വിടാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം അതിൽ ചില നേരം പോക്കും ചില പരീക്ഷകളും ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ അത് വെറുതെ മണലിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ജോലിക്കാരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ഒരു 3-4 തുണികളൊക്കെ വിരിച്ച് അവർ അദ്ദേഹത്തിന് കിടക്കാൻ ഒരു സൗകര്യത്തിലുള്ളതൊന്നും ഉണ്ടാക്കും. അല്ലെങ്കിൽ മണലിൽ നിന്ന് തണുപ്പൊന്നും വരരുതല്ലോ. അങ്ങനെ ദിവസേന നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ അതുപോലെ അദ്ദേഹം ആ വിരിച്ചതിൻ്റെ മുകളിൽ കിടന്ന് നോക്കി തുടങ്ങി. നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആകാശത്തിന് ആകെ മൊത്തം ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇന്നലെ വരെ കണ്ട ആകാശമല്ല, അത് അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഒന്ന് ചലിച്ചിരിക്കണു എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പൊ സ്ഥാനചലനം വന്നു. അന്നേ വരെ തോന്നിയത് ഒരു പ്രത്യേക ദൂരത്തിലാവാം, അന്ന് അദ്ദേഹത്തിന് അതേ ദൂരത്തിലല്ല എന്നൊരു വ്യത്യാസം തോന്നി. ആ വ്യത്യാസം തോന്നിയപ്പോൾ എന്താ അതെന്ന് ആലോചനയായി. അപ്പൊ എല്ലാവരെയും വിളിച്ച് അത് സംസാര വിഷയമായി. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പകപ്പ്. എല്ലാവരും കൂടി വന്നപ്പോൾ അങ്ങ് ദിവസേന ഇങ്ങനെ നോക്കണുണ്ടല്ലോ. ഈ നോക്കാൻ എത്രമാത്രമുണ്ട് ഈ ആകാശത്തിൽ? ആകാശം എന്ന് പറയുന്നത് അതിദൂരം, എത്രയോ ദൂരത്തിലാണ്. അങ്ങാണെങ്കിൽ ഈ മണലിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ആ കിടന്ന് ഇത്രയും വിദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങളെയും ആകാശങ്ങളെയും കണ്ട് എന്താണ് ഇങ്ങനെ നോക്കി മനസ്സിലാക്കണതെന്ന് ഞങ്ങൾ അതിശയിച്ചു. അപ്പം എന്നും ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമ്മളൊരു സൂത്രം ഒപ്പിച്ചു കളയാം എന്ന് വിചാരിച്ച് വിരിച്ചുകൊണ്ടിരുന്ന ആ കിടക്കയുണ്ടല്ലോ അതിനൊരു മാറ്റം വരുത്തി കനം അങ്ങോട്ട് കുറച്ചു. അപ്പം കനം കുറച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു മാറ്റം തോന്നി. കനം കുറച്ചത് ഇവിടെയാ, 4 ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഒരെണ്ണം കുറച്ചിട്ടുണ്ടാവും. അപ്പം ആകാശത്തിന് തന്നെ മാറ്റം വന്നു, അതിൻ്റെ സ്ഥാനചലനം വന്നു എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെൻസിറ്റീവ്നെസ്, സംവേദനത്വം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിക്കൂ. ഇത് ഒരു ഭാഗത്ത് ആ വ്യക്തിയുടെ നിരീക്ഷണ കൗതുകം, നിരീക്ഷണ സൂക്ഷ്മത അതാണ് തെളിയിപ്പിക്കുന്നത്. മറുഭാഗത്തോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ്, സുസൂക്ഷ്മമാണ്. നമ്മുടെ ശരീരം മുഴുവൻ ത്വക്കാണ്. ആ ത്വക്കിന് കിട്ടുന്നത് സ്പർശമാണ്. ആ സ്പർശം കൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തോ മാറ്റം വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ ആ സ്പർശത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കിടക്കുന്ന കോസരിയിലോ അല്ലെങ്കിൽ കിടക്കയിലോ വന്ന മാറ്റാണെന്ന്. ആകാശത്തിന് തന്നെ സ്ഥാനചലനം വന്നു എന്ന് പറയുന്ന സമയത്ത് എത്രമാത്രം സംവേദനത്വം നമ്മുടെ വ്യക്തിത്വത്തിനുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര വിശേഷപ്പെട്ടതാ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ലോകത്തിൽ ആർക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, പരിഗണിക്കാം, ആലോചിക്കാം, വിമർശിക്കാം. ആ വിമർശനത്തിലൊന്നും ദുഷ്ടബുദ്ധി ഉണ്ടാവരുത്, അന്യനെ ഉപദ്രവിക്കരുത്. നല്ല കാര്യത്തിന് വേണ്ടി എന്ത് വിമർശന ചിന്തയും നമുക്ക് ആവാം. അപ്പൊ ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ എന്തു വേണമെങ്കിൽ പരിചിന്തിക്കാമല്ലോ. ആ ചിന്തയിൽ അവർക്ക് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ ഇവരെല്ലാവരെയും കുറിച്ച് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്. അതിലാരാണ് ഉത്തമൻ എന്നൊന്ന് കണ്ടുപിടിക്കുക. 2 സാധനമുണ്ടെങ്കിൽ അവ രണ്ടിനെയും യു ക്യാൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, തുലനം ചെയ്യാം. എന്നിട്ട് താരതമ്യത്വം കണ്ടുപിടിക്കാം, വ്യത്യാസങ്ങളും കണ്ടുപിടിക്കാം.
അങ്ങനെ താരതമ്യത്വം കൊണ്ടും വ്യത്യസ്തത കൊണ്ടുമാണ് നമ്മുടെ അറിവ് മുഴുവനും നാം പടുത്തുയർത്തുന്നത്. വിതൗട്ട് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ദെയർ ക്യാൻ നെവർ ബി എ നോളജ്. ഈ ലോകം എന്തിനുണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. എന്തിനുണ്ടായി? ആ ലോകം ഈശ്വരനെ വെളിപ്പെടുത്തുന്നതാണ്. അത് വെളിപ്പെടുത്തണമെങ്കിൽ ഒന്ന് പോരാ, രണ്ട് പോരാ, അനേകം വേണം. അനേകമുണ്ടെങ്കിലേ സന്തുലനം ചെയ്തും വ്യത്യസ്തതകൾ കണ്ടുപിടിച്ചും അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വളർന്ന് പടുത്തുയർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആരാണ് എന്നൊരു പരീക്ഷ നടത്തണമെന്നായി. ഇതിപ്പോ ആരാണെന്ന് ആരാ പറയുക? ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും പറ്റി പറയുന്നത് നമ്മളും മഹർഷിമാരുമാരിയുള്ള ദീർഘദർശികളും ചിന്തകന്മാരുമാണ്. അപ്പൊ അവരിൽ മഹിമ ആർക്കാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആർക്കാ ഈ ചോദ്യം? അവരെന്നെ കണ്ടുപിടിക്കണം. ചോദ്യം നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ടാണ്. ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ആരെ അയക്കുന്നത്? ഭൃഗു മഹർഷിയെ നമുക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ആ ഭൃഗു മഹർഷിക്കാണ് അതിനുള്ള യോഗ്യതയും അതിനുള്ള വിവേകവും അതിനുള്ള സാഹസികതയും ഉള്ളൂ. എല്ലാവരും മഹർഷിമാരാവാം, ശാന്തശീലന്മാരുണ്ടാവും, സാഹസികന്മാരും ഉണ്ടാവും. മഹർഷിമാരെല്ലാവരും മഹാഭാരതം എഴുതിയവരാണോ? രാമായണം എഴുതിയവരാണോ? വേദങ്ങൾ രചിച്ചവരാണോ? അവർ മഹർഷിമാരല്ലേ? അതെ. ഇന്നും സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരൊക്കെ ശാന്തശീലന്മാരാ. തപസ്സാണ് അവരുടെ ജീവിതം മുഴുവനും തപോനുഷ്ഠാനമാണ്. അതൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് അവർ. അത് പറഞ്ഞിട്ട് അവർക്കൊരു ശാസ്ത്രരചനയോ ഒരു ഗ്രന്ഥവ്യാഖ്യാനമോ ഇതേമാതിരി തത്വപ്രവചനം നടത്തുക ഇത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അത് പ്രവചനം നടത്താൻ തന്നെ പലരും ഉണ്ടാവും. ആ പലരും ഉണ്ടെങ്കിലും അതിൽ ചിലര് വിശേഷപ്പെട്ടവരാവാം. എല്ലാവർക്കും ഒരുപോലെ മഹത് ഗ്രന്ഥങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പരമാത്മ തത്വം വളരെ സൂക്ഷ്മമാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും അടുത്താണെങ്കിലും വളരെ ദൂരെയുള്ളത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരൊറ്റ ആളും അത് അന്വേഷിച്ച് ചെല്ലാറുമില്ല. ചെന്നിട്ട് സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞ് തൃപ്തിയോടുകൂടി ആ ആനന്ദം പങ്കിട്ട് കൊടുക്കാറുമില്ല. അപ്പോൾ വളരെ അപൂർവ. അപ്പോൾ ഭൃഗു മഹർഷിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്നവർക്ക് തോന്നി. മഹർഷേ, അങ്ങൊന്ന് പോയി ഞങ്ങളുടെ സംശയം ഒന്ന് തീർത്തു തരാമോ? ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹേശ്വരനുണ്ട്. മൂന്നാളിലും വെച്ച് ആരാണ് ഏറ്റവും ഉത്തമൻ, ഉത്കൃഷ്ടൻ എന്നൊന്ന് കണ്ടുപിടിച്ച് പറയാമോ? ഓ ശരി. എല്ലാവരും വന്നുകൂടിയവർ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ആ സദസ്സിന് തന്നെ മോശാണ്. എന്തെങ്കിലും ഒരു കൃത്യം 10 ആൾ കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാൽ ആരെങ്കിലും പുറപ്പെടണം. അംഗദന്റെ കീഴിലുള്ള വാനര സൈന്യം തെക്കോട്ടാണ് പോയത്. 4 ഡയറക്ഷനിൽ 4 ദിശകൾക്ക് 4 കൂട്ടരെ അയച്ചു. തെക്കോട്ട് പോയത് അംഗദ സൈന്യ. അവിടെ ചെന്നപ്പോൾ കന്യാകുമാരിയിലെത്തി, സമുദ്രം കണ്ടു. പിന്നെ എങ്ങനെയാ അങ്ങോട്ട് പോവുക? പോകാൻ പറ്റില്ല. അവിടെ ഇരിപ്പായി. മടങ്ങിപ്പോണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് സമ്പാതി പറഞ്ഞത് രാവണൻ ഈ വഴിക്ക് സീതയും കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പം നോക്കിയപ്പോൾ അപ്പുറത്തൊരു ദ്വീപുണ്ട്, അവിടെയാണ് രാവണൻ എന്ന് മനസ്സിലായി. അവിടേക്ക് ചാടി എത്തണം. അവിടെ ബോട്ടും വഞ്ചിയൊന്നുമില്ല. എങ്ങനെയാ പോവാന്നുള്ള ആലോചനയായി. അവസാനം ഇത്രയെല്ലാം ജനങ്ങളുണ്ടല്ലോ അവിടെ, വാനരന്മാർ, നേതാക്കന്മാർ, ആരെങ്കിലും ചിലർക്കൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റണം. മിണ്ടാതിരുന്നാൽ പറ്റില്ല. ആരൊക്കെയാ അതിന് പുറപ്പെടുക ചോദിച്ചപ്പോൾ മിണ്ടാണ്ടിരുന്നു. അംഗദൻ വിട്ടില്ല. നിങ്ങൾ പലരും ധീരകൃത്യങ്ങൾ ചെയ്തവരുണ്ടാവും, അതുകൊണ്ട് ആരെങ്കിലും പുറപ്പെടണം. എത്ര ചാടാൻ പറ്റും എന്ന് പറയൂന്നായി. ഒരാൾ പറഞ്ഞു 10 യോജന ചാടാമെന്ന്. പിന്നത്തെ ആൾ പറഞ്ഞു 20, 30 വർദ്ധിച്ചു. അവസാനം പ്രശ്നം അവസാനിക്കുന്നില്ല. അപ്പോഴാണ് ജാമ്പവാൻ ഹനുമാനെ പറ്റി വായുപുത്രനാണെന്ന് പറഞ്ഞ് ഹനുമാൻ ലങ്കയ്ക്ക് ചാടാനുള്ള ആ സാഹസികത ഞാൻ ആവാം എന്ന് പറഞ്ഞു പുറപ്പെട്ടത്. എന്ത് മഹത്കൃത്യമുണ്ടെങ്കിലും അത് നിർവഹിക്കാൻ ഒരാൾ തയ്യാറാവണം. ഒരാൾ തയ്യാറായില്ലെങ്കിൽ ആ സമാജം തന്നെ വഷളാവും, നഷ്ടപ്പെട്ടു പോവും. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയും. ആവശ്യമാണ് എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും കാരണമാകുന്നത്. അപ്പൊ ഭൃഗു മഹർഷിയെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചില്ല. ഭൃഗു പോയി. ഇവരെല്ലാവരും കൂടി ആവശ്യപ്പെടുകയാണല്ലോ. അവിടെ ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മാവ് പിതാവ എല്ലാവരുടെയും. അവിടെ പോയപ്പോൾ ബ്രഹ്മാവിനെ കണ്ടാൽ എന്തു വേണം? ആദ്യമായിട്ട് പ്രണമിക്കണം. പ്രണമിച്ചില്ല. ഉടനെ ബ്രഹ്മാവിന് കോപം വന്നു അത്രേ. ഇവനാരാണെന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രണമിച്ച് എന്നെ അഭിവന്ദിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം പ്രണമിക്കാതെ ഇരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പുറപ്പെട്ടു അത്രേ. ബ്രഹ്മാവിൻ്റെ ദൗത്യം എന്താ? സൃഷ്ടി. ആ സൃഷ്ടി ദൗത്യത്തിൽ സംഹനനം വരുന്നുണ്ടോ? കൊല്ലല് ഇല്ല. എന്നാലും ഭൃഗു മഹർഷി അവിടെ വന്ന് തന്നെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല എന്നുള്ള പേരിൽ ബ്രഹ്മാവിന് കൊല്ലണം എന്ന് തോന്നിയത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ കാര്യം? ബ്രഹ്മാവിന് പോലും ഒരാള് ബഹുമാനിച്ചില്ല അത്രേ.
ആ ബഹുമാനിക്കാത്ത ആളല്ലേ തെറ്റ് ചെയ്തത്? ബ്രഹ്മാവ് എന്തിനാ അതിന് കൊല്ലാൻ പുറപ്പെടുന്നത്? സൃഷ്ടികർമ്മം നിർത്തിവെച്ചിട്ട്. അപ്പോൾ അത് ശരിയല്ലല്ലോ. ആ കോപം പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പിച്ച് ബ്രഹ്മാവ് മിണ്ടാണ്ടിരുന്നു. മതി. ഉത്തമത്വം അറിയാനാണല്ലോ വന്നത്. ബ്രഹ്മാവിൻ്റെ കോപവും കൊല്ലാനായി പുറപ്പെട്ടതും കണ്ടപ്പോൾ ആ ആൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തമ ഗുണം ഔത്കൃഷ്ട്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പോയി. പിന്നെ പോയത് എവിടേക്കാ? ശിവന്റെ അടുക്കിലില്ല. ശിവൻ എന്ത് ചെയ്തു? പാവം, ശിവനെ കാണാൻ ആരും അങ്ങനെ പോവാറില്ല. എന്താ? സംഹാരമൂർത്തിയാണല്ലോ. അപ്പൊ സംഹാരമൂർത്തിയുടെ രീതിക്ക് ആരാ പോവുക? നമുക്കുള്ള ഭയം മുഴുവനും ശിവൻ സംഹരിച്ചു കളയോ എന്നാണ്. അപ്പൊ ശിവനെ ഒഴിവാക്കാനും നമ്മുടെ മരണം നീണ്ടുകിട്ടാനും നോക്കുന്നതൊഴികെ ശിവനെ അങ്ങോട്ട് പിടിച്ചു വരുത്തുന്നവരാരുമില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ശിവന് വലിയ സന്തോഷമായി. വേഗം എണീറ്റ് ആലിംഗനം ചെയ്യാൻ പുറപ്പെട്ടു അത്രേ ഭൃഗുമഹർഷിയെ. ഭൃഗുമഹർഷി എന്താ ചെയ്തേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ആരെങ്കിലും ആലിംഗനം ചെയ്യാൻ പുറപ്പെട്ടു പരമശിവനെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നൊരു ചോദ്യം. നിങ്ങൾ തന്നെ മറുപടി പറയണം. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരിക. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ പറയുമല്ലോ. ശങ്കരാചാര്യർ എന്നൊക്കെ ഒരു പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എനിക്കൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചിട്ട് ഞാൻ വളരെയധികം ചിരിച്ചു. എന്താണ് എഴുത്തിലെ വിവരം എന്നറിയോ? സ്വാമിജി പറഞ്ഞല്ലോ, ഈ ശുഗമഹർഷി 16 വയസ്സ് പ്രായമാണ്. അദ്ദേഹത്തിന് നൂല് ബന്ധമില്ല, ഒന്നും വേണ്ടാന്ന് തോന്നി. അങ്ങനെ അവധൂതനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവധൂത ശുഗദേവനാണ് പരീക്ഷത്തിന്റെ മുൻപിൽ ശ്രീമദ് ഭാഗവതം പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നത്. പരീക്ഷത്ത് പ്രണമിച്ച് അവിടെ ഇരുത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്വം എത്രയുണ്ടാവണം? പരീക്ഷത്തിനെ പോലെ ഒരു മഹാരാജാവിനെ ആദരിച്ച് അദ്ദേഹത്തിന്റെ മുൻപിൽ ചമ്രം പടിഞ്ഞിരുന്ന് 7 ദിവസം തോരാതെ ആ പ്രവചന മഴ അതങ്ങോട്ട് കൊള്ളാനായിട്ട്. അപ്പൊ അവര് പറയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് തോന്നണില്ലേ? ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ എഴുതിയിരിക്കുക, എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ മക്കൾക്ക് ആരെങ്കിലും ഒരു ശുഗനെ പോലെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിരോധമില്ല, എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് സ്വാമിജി. എന്താ കാര്യം? ശുഗനെ പോലെ അവധൂതനായിട്ട് പോവാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. അവൻ വീട്ടിൽ നിന്ന് പോണത് എനിക്കിഷ്ടം. ഞാൻ ഭംഗിയായിട്ടൊരു കോണെങ്കിലും ഉടുപ്പിച്ച് അരയിൽ ഒരു വസ്ത്രം ധരിപ്പിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. എനിക്കത് വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. ഈ സംപ്രേഷണം എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അതിൻ്റെ ഫലങ്ങൾ. ഓരോരുത്തരുടെ മനസ്സിൽ എത്ര സജീവവും ഊഷ്മളവുമായിരിക്കുന്ന പ്രതികരണങ്ങളും വാഞ്ചകളും പ്രതിവാഞ്ചകളുമാണ് ഇത് രചിക്കുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്തിനാ സ്വാമിജി സംസാരിക്കണേ എന്ന് ചോദിച്ചാൽ ഇതിനാ സംസാരിക്കുന്നത്. ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ഇതാ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇഞ്ചക്ഷൻ കുത്തിയാൽ എങ്ങനെയോ അത് വിട്ട് അതിൽ മീതെ കയറണം. ഈ സംസ്കാരം കയറണം. അതാണ് നമ്മുടെ ആവശ്യം. ശിവൻ ആലിംഗനം ചെയ്യാൻ പാവം പുറപ്പെട്ടപ്പോൾ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഭൃഗുമഹർഷി അവിടെ ചെന്നത് ഒരു ദൗത്യത്തിനാണ്. എന്താ ദൗത്യം? ഈ 3 ദേവദേവന്മാരിൽ വെച്ച് ആരാണ് ഉത്തമൻ എന്ന് കണ്ടുപിടിക്കാനാണ് പോയിരിക്കുന്നത്. ആ ഉത്തമൻ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ നല്ല വശം പുഞ്ചിരിയൊന്നും കണ്ടാൽ പോരാ. അവരുടെ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വരണം. സംഭവങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കണം? അവരുടെ മനസ്സിൽ കൽമഷമുണ്ടോ? അവർ കോപിഷ്ഠന്മാരാണോ? എന്തെങ്കിലും തരത്തിൽ ഉപദ്രവം ചെയ്യോ? വന്നവന്റെ പ്രവൃത്തിയെ മാത്രമേ കണക്കിലെടുക്കുള്ളൂ, അതോ ആ പ്രവൃത്തിയുടെ ഉള്ളിലുള്ള മനസ്ഥിതിയെ കണക്കിലെടുക്കുവോ? ഇതൊക്കെ അറിയണം. ഉടനെ ഭൃഗുമഹർഷി പറഞ്ഞു, ഛേ, ശ്മശാനവാസവും അസ്ഥി കൊണ്ടുള്ള മാലയും ധരിച്ച് തലയോടും കയ്യിൽ പിടിച്ച് നടക്കണു ഭസ്മവും പൂശി ഇങ്ങനെ വൃത്തികെട്ട ഒരു മനുഷ്യൻ, ഈ ആളെ കൊണ്ട് ആലിംഗനം ചെയ്യിക്ക് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിഷേധിച്ചു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ പുരാണങ്ങളിലും ഭാഗവതത്തിലും ഒക്കെയുള്ള വാർത്തകളാണത്. ദേവീദേവന്മാർ 33 കോടി ഉണ്ട്. അവരെ നിങ്ങളെല്ലാവരും ആരാധിക്കണം, ദേവയജ്ഞത്തിൽ കുറവ് വരുത്തരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും പല അവസരങ്ങളിലും ഈ ദേവീദേവ സങ്കല്പത്തെ വെച്ചുകൊണ്ട് അവർ അമ്മാനെ ആടുന്നത് കാണാം. അമ്മാനെ ആടുകയാണ് ഇവിടെ. ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് കൊല്ലാൻ വരെ പുറപ്പെട്ടു. ശിവൻ ആലിംഗനം ചെയ്യാൻ പുറപ്പെട്ടു. ആ ആലിംഗനം അനുവദിക്കാതെ, ഛേ, നീ ശ്മശാനത്തിലാണ് വസിക്കുന്നത്, തലയോടാണ് കയ്യിൽ, എല്ലാണ് മാല, ഇങ്ങനെ വൃത്തികെട്ട മ്ലേച്ഛനെ പോലെ ഒരുത്തനെ കൊണ്ട് ആലിംഗനം ചെയ്യിക്ക്, ഞാനിതിന് തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം നിഷേധമായി അത് എന്നാലോചിച്ച് നോക്കൂ. അത് കേട്ടപ്പോൾ ശിവന് ഉഗ്ര കോപം വന്നു. കോപം വന്ന് തൃശൂലം കയ്യിലെടുത്ത് ഉയർത്തി. എന്നൊരു കുത്തി കോർക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോ പാർവതി തടഞ്ഞു നിർത്തി. കാക്കല് വീണ് ശിവനെ രക്ഷിച്ചു. 1/2 മിനിറ്റ് നിന്നില്ല ഭൃഗു. അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉദ്ദേശം കഴിഞ്ഞു. പിന്നെ ചെന്നത് മഹാവിഷ്ണുവിനെ കാണാനാ, വൈകുണ്ഠത്തിലിരിക്കാം. വൈകുണ്ഠത്തിൽ പോയിട്ടോ ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യ താടയൻ. അവിടെ ചെന്നപ്പോ
മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. കൊള്ളാം. അവനവന്റെ ധർമ്മപത്നിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാ? ബാക്കി എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്നവരുണ്ടോ? ഈ ഭാര്യാഭർത്തൃ സല്ലാപവും സംവാദവും പെരുമാറ്റവും ഒക്കെ ഒരു ഗൃഹമാണ്. അവിടെ കുട്ടികളുണ്ടാവും. കുട്ടികളുടെ മുൻപിൽ വെച്ച് ആരും ഇങ്ങനെ ചെയ്യാറില്ല. അതൊക്കെ ഇത്തിരി രഹസ്യമായി മുറിയുടെ ഉള്ളിലുള്ളപ്പോഴാണ് ഇങ്ങനെ ശാരീരിക സാമീപ്യമൊക്കെ കൊണ്ടു നടത്താറുള്ളത്. ഇത് ആർക്കും കാണാം എന്ന് പറഞ്ഞ് അവിടെ പ്രദർശന രൂപത്തിൽ മഹാവിഷ്ണു മടിയിൽ തലവെച്ച് കിടക്കുക. ഒന്നും ചോദിച്ചില്ല. വലത്തെ കാലുകൊണ്ട് കുതികാലുകൊണ്ട് നെഞ്ഞത്തൊരൊറ്റ ചവിട്ട അഞ്ഞ് ജും ചവിട്ടാ ചെയ്തു. കേൾക്കണുണ്ടോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല നിങ്ങളതൊക്കെ ശരിക്കും കേൾക്കണുണ്ടെന്ന്. കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മഹാവിഷ്ണുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി എന്നാ പറയുന്നത്. മഹാലക്ഷ്മിയുടെ മടിയിൽ കിടക്കുക. ആ സമയത്ത് വല്ലാത്ത ക്ഷോഭം ആർക്ക് തോന്നി? ഭൃഗുമഹർഷിക്ക് തോന്നി. എന്നിട്ട് ശ്രീഹരിയുടെ മാറത്ത് ചവിട്ടി. പരമ കല്യാണനിധിയായിരിക്കുന്ന മഹാവിഷ്ണു, അഖില ജീവ കാരുണികനായിരിക്കുന്ന മഹാവിഷ്ണു, ഇങ്ങനെയുള്ള വിവരണങ്ങളെ നാം എങ്ങനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ മാതിരി സംഭവങ്ങളും ദൃഷ്ടാന്തങ്ങളും മിനഞ്ഞെടുത്ത് ചിരഞ്ഞെടുത്ത് ശാസ്ത്രത്തിന്റെ ഒത്ത നടുവിൽ കോർത്തിണക്കി വിവരിക്കുന്ന ആ മഹർഷി ബുദ്ധിയെയും മഹർഷി ദൗത്യത്തെയും മഹർഷി തൂലികയെയും എങ്ങനെയാണ് നാം വിവരിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ കളിക്കുന്ന കളി എന്താ? ഒരു ഭാഗത്ത് അഭിമാനം, അഹങ്കാരം, മറുഭാഗത്ത് നീരസം, അതിനപ്പുറത്ത് അതിന്റെ പ്രതികരണം കോപം, ഉഗ്രമായിരിക്കുന്ന കോപം. ആ കോപത്തിൽ ആഗതനെ, അതിഥിയെ കൊല്ലാൻ വരെ പരിശ്രമിക്കുന്ന ഒരു പോക്ക്. ഇതൊക്കെ മനുഷ്യ മനസ്സിലുള്ള വികാരങ്ങളാണ്. സ്നേഹം എന്ന് പറയുന്നത് സ്നിഗ്ധത അണിയിക്കുന്നു. കോപം എന്ന് പറയുന്നതോ കലുഷിതമാക്കി കലക്കി മറിക്കുന്നതാണ്. ആ കോപത്തിൽ ആരും എന്തും ചെയ്തു എന്ന് വരാം. സഹോദരനെ പോലും വെടിവെച്ചു എന്ന് വരാം. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ പലതുമുണ്ട്. ഇങ്ങനെ പ്രതിപാദിക്കുന്നതിൽ അവരുടെ മനസ്സിൽ എത്ര കണ്ട ആത്മാർത്ഥതയുണ്ട്, ധൈര്യമുണ്ട്, ജ്ഞാനമുണ്ട്, അവരുടെ ഉത്തമമായിരിക്കുന്ന ലക്ഷ്യമുണ്ട്. ഒരു കൈതവുമില്ലാതെയാണ് അവരുടെ വിവരണം. ശ്രീമദ് ഭാഗവതം തുറന്ന പുസ്തകമാണ്. 10ാം സ്കന്ധത്തിലാണ് ഇതിന്റെ വിവരണം. 89ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിന്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത്. ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യതാടയൻ. ഈശ്വരനെ പലരും ഭയപ്പെടുന്നു. ഭാഗവതത്തിന് പറയാനുള്ളത്, തെല്ലും നിങ്ങൾ ഭയപ്പെടരുത്. ഈശ്വരനെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എന്ത് വികാരത്തിൽ വേണമെങ്കിൽ സമീപിക്കാം. സ്നേഹമാണെങ്കിൽ സ്നേഹം, ആദരവാണെങ്കിൽ ആദരവ്, ക്ഷോഭമാണെങ്കിൽ ക്ഷോഭം, വൈരമാണെങ്കിൽ വൈരം, ശത്രുതയാണെങ്കിൽ ശത്രുത, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനോട് തോന്നാം. പക്ഷേ ഏന കേന പ്രകാരേണ മതിഹി കൃഷ്ണേ നിയോജയേ. കൃഷ്ണനിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവണം. ആ ഭക്തിയിലൂടെ നിങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കണം. അതാണ് ആവശ്യം. അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാക്കി ഇനി മഹാവിഷ്ണു എങ്ങനെ പ്രതികരിക്കണു എന്നുള്ളത് കാണിക്കുകയാണ് വേണ്ടത്. നാം ആരാധിക്കുന്ന ദൈവം നമ്മളോട് എങ്ങനെ സമീപിക്കുന്നവരാണ്, ആ ദൈവത്തെ നാം എങ്ങനെ കാണണം. ഈശ്വരനോട് പോലും കലവറയില്ലാതെ അദ്ദേഹം തന്ന മനസ്സ്, അദ്ദേഹം രചിച്ച ശരീരം, അദ്ദേഹം നൽകിയിട്ടുള്ള വികാരങ്ങൾ, ഇത് ഇടതടയില്ലാതെ നമുക്ക് അദ്ദേഹത്തിനോട് പ്രകടമാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരുടെ മുൻപിലാ പ്രകടമാക്കുക? അപ്പൊ ഈശ്വരനെ സമീപിക്കുന്നത് തുറന്ന മനസ്സോടുകൂടി വേണം. കലവറയില്ലാത്ത സമീപനമാകണമത്. അതിനുള്ള അവകാശം, ജന്മാവകാശം നമുക്കുണ്ട്. ഇനി വിഷ്ണുവിനെ കൊണ്ട് എന്താണ് പറയിപ്പിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി ഇതാരാ? ഒരു മഹാവിഷ്ണു, ഒരു ഭൃഗുമഹർഷി ഇങ്ങനെ വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ ചവിട്ടി എന്ന് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ശാരീരികമായി അല്ലെങ്കിൽ ഭൗതികമായി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. എന്നാൽ സാങ്കല്പിക മേഖലയിലോ ഇതിന് ഭൗതിക മേഖലയിൽ ഉള്ളതിനേക്കാൾ അർത്ഥവും പ്രസക്തിയും ഫലവുമാണ്. തത ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സതാം ഗതിഹി. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നല്ലോണം മനസ്സിലാക്കുന്നുണ്ടോ? സംസാര വിഷയമാക്കി ആളിക്കത്തുന്ന തീ പോലെ പടർന്ന് പിടിക്കട്ടെ ഭൂമാനന്ദ സ്വാമിജിയുടെ ഈ തത്വപ്രവചനം. നിങ്ങളുടെ ഒക്കെ മനസ്സിനെ മഥനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ കിടന്നാ പോരാ, നമുക്ക് മനസ്സിലാക്കണം. ഏതു മാതിരിയുള്ള മൂശയിലും ഇട്ട് പഴുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഭാരതത്തിലെ തത്വകഥനവും പരമാത്മ തത്വവും. നാം ഭയപ്പെടുന്നവരല്ല, ഈശ്വരനെ ബഹുമുഖമായിട്ടാണ് നാം ആരാധിക്കുന്നത്. അദ്ദേഹത്തിനെ സ്വന്തമാക്കണം, അദ്ദേഹത്തിന്റെ സ്വന്തമാകണം. ഒരു കലവറയുമില്ലാതെ, ഒന്നും നമ്മുടെയാണെന്ന് വിചാരിക്കാതെ, എല്ലാറ്റിനെയും
ഒന്നും അവശേഷിക്കാത്തവരാണ് പരമഹംസന്മാർ. ആ പരമഹംസ ചിത്തമാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മഹാവിഷ്ണുവിനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് ഇരുത്തി മഹാലക്ഷ്മിയുടെ മടിയിൽ കിടത്തി അവിടെ ഭൃഗുമഹർഷി പരീക്ഷണാർത്ഥം ചെന്നു. അത് മഹാവിഷ്ണുവിന് അറിയില്ല. എന്നിട്ട് ഒരു ചോദ്യവും ചോദിക്കാതെ നഞ്ഞത്താഞ്ഞൊരൊറ്റ ചവിട്ട് എന്ന് എഴുതാൻ ആ തൂലിയയ്ക്കും ആ വിരലിനും ആ മനസ്സിനും എന്തുമാത്രം ഐശ്വര്യത ഉണ്ടായിരിക്കണം, ഈശ്വര താദാത്മ്യം വേണം എന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഭൂമാനന്ദ സ്വാമിജി കൃതാർത്ഥനായി. തത ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സതാം ഗതിഃ സ്വതൽപാദ് അവരുഹ്യാഥ നനാമ ശിരസാമുനിം. ഒരു ക്ഷോഭവുമില്ലാതെ മഹാവിഷ്ണു തത ഉത്ഥായ ഭഗവാൻ. ആരാ? ഭഗവാൻ. ആ വാക്ക് ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് സഹലക്ഷ്മ്യാ സതാം ഗതിഃ. മഹാവിഷ്ണു എണീറ്റപ്പോ ലക്ഷ്മിയോട് പറയേണ്ട ആവശ്യമില്ല, അവരും കൂടെ എണീറ്റു. സ്വതൽപാദവരുഹ്യാഥ. അവിടെ കട്ടിലാണ് കിടക്കുന്നത്. അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. ഒരു ചോദ്യവും ഉണ്ടായില്ല. നനാമ ശിരസാമുനിം. ആ മഹർഷിയെ ശിരസ്സുകൊണ്ട് തൊടീച്ചങ്ങോട്ട് നമസ്കരിച്ചു. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളുടെ മനസ്സിൽ വല്ല വികാരവും ഉണ്ടാവുന്നുണ്ടോ? ഭാവനാത്മകമാണോ നിങ്ങളുടെ മനസ്സ്? മഹാവിഷ്ണു എഴുന്നേറ്റ് ഭൃഗുമഹർഷിയുടെ കാക്കല് ശിരസ് തൊടിച്ച് നമസ്കരിച്ചു. ലക്ഷ്മിയും നമസ്കരിക്കണം. ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദാത്രാസനേക്ഷണം അജാനതാം ആഗതാൻ വഹ ക്ഷന്തും അർഹത നഃ പ്രഭോ. ആഹതേ സ്വാഗതം ബ്രഹ്മൻ. ഹേ ബ്രഹ്മൻ, അങ്ങയ്ക്ക് സ്വാഗതം. ഈ ആസനത്തിൽ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കൂ. നിഷീദ അത്ര ആസനേക്ഷണം അജാനതാം ആഗതാൻ വഹ. എൻ്റെ തെറ്റാണ്. ഞാൻ ഇങ്ങനെ കിടന്നപ്പോ ശ്രദ്ധയുണ്ടായില്ല. ആരെങ്കിലും ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ആരോടെങ്കിലും ഞാൻ പറഞ്ഞ ആൾക്കാരെ നിർത്തി വല്ലവരും വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നവരെ വേണ്ടതുപോലെ സ്വീകരിക്കേണ്ട ചുമതലയുണ്ട്. ആ ചുമതല എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിപ്പോയി, മറന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ അശ്രദ്ധയാവാം. കാരണം ഞാൻ മനസ്സിലാക്കാതെ ഇങ്ങനെ ഇരുന്നുവല്ലോ, ഇത് വലിയൊരു അപരാധമാണ്. അതിന് ക്ഷമിക്കണം. അതീവ കോമലൗതാത ചരണൗതേ മഹാമുനെ. കേൾക്കുന്നുണ്ടോ നിങ്ങളെ കരിങ്കല്ല് മനസ്സ് പോലും ഉരുകണം. ഇത് കേൾക്കുമ്പോ ഉരുകണം, വെണ്ണേക്കാളും ഉരുകണം. അതീവ കോമലൗതാത ചരണൗതേ മഹാമുനെ. അങ്ങയുടെ പാദങ്ങൾ വളരെ കോമളമാണ് ഹേ മഹർഷേ, വളരെ കോമളമാണ്. ഇത്യുക്ത്വാ വിപ്രചരണൗ മർദ്ദയൻ സ്വേന പാണിന. ഇതങ്ങോട്ട് പറയലും ഭൃഗുവിൻ്റെ കാലിലെടുത്ത് ചെന്ന് കൈകൊണ്ട് ഇങ്ങനെ തലോടുന്നു. ഇത് പറയലും. ഇത്യുക്ത്വാ വിപ്രചരണവും. അദ്ദേഹത്തിൻ്റെ ഒരു കാല് കൊണ്ടാ ചവിട്ടിയത്. രണ്ട് കാലിനെയും മർദ്ദയൻ സ്വേനപാണിന, തൻ്റെ കൈകൊണ്ട് തലോടാൻ തുടങ്ങി. പുനീഹി സഹലോകം മാം ലോകപാലാംശമദ്ഗതാൻ പാദോദകേന ഭവതഃ തീർത്ഥാനാം തീർത്ഥകാരിണോ. അങ്ങയുടെ പാദതീർത്ഥങ്ങൾ കൊണ്ട് എന്നെയും എൻ്റെ ലോകന്മാരെയും എല്ലാവരെയും തന്നെ പരിശുദ്ധമാക്കി തീർക്കുന്നതാണ് അങ്ങയുടെ പാദതീർത്ഥം. ഉപായപ്പെട്ടതല്ല. മാം സഹലോകം അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യ ആസമേകാന്തഭാജനം വസ്യത്യുരസിമേ ഭൂതിർ ഭവത്പാദഹതാം ഹസഃ. അദ്യാഹം. എല്ലാവരും കേൾക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ ശരിക്ക്? അദ്യ, ഇന്ന് ഞാൻ, ഹേ ഭഗവൻ ലക്ഷ്മിയ ആസം ഏകാന്തഭാജനം. അങ്ങയുടെ ചവിട്ട് കൊണ്ടില്ലേ എനിക്ക്? ഇന്ന് മുതൽക്ക് മഹാലക്ഷ്മിക്ക് ഏകാന്തഭാജനമായി ഞാൻ എന്നിൽ വസിക്കാൻ പോവാൻ. വസ്യതി ഉരസിമേ ഭൂതിഹി ഭവത്പാദഹതാം ഹസഃ. അതിനെന്താ കാരണം? അങ്ങയുടെ ചവിട്ടേറ്റ് എന്നിലുള്ള സർവ്വ പാപങ്ങളും മാലിന്യങ്ങളും പരിപൂർണമായി പോയതിനാൽ മഹാലക്ഷ്മി നിരന്തരം ഇടവിടാതെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മാറിടത്തുനിന്ന് മുതൽക്ക് താമസിക്കാൻ പോവാണ്. ഇതുവരെ എൻ്റെ കൂടെയുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ മാറിടത്തിലായിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഇപ്പൊ പുറത്താണല്ലോ. ഇന്ന് മുതൽക്കാണ് മഹാലക്ഷ്മി എൻ്റെ ദേഹത്തിൽ താമസിക്കാൻ പോണേന്ന് അദ്ദേഹം പറയുക. ഭൃഗുമഹർഷി അവിടെ ചെന്നിട്ട് ഈ ചെയ്ത പ്രവൃത്തിക്ക്. നിങ്ങൾക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് കൗസ്തുഭം എന്നുള്ളൊരു രത്നം, ഒരു മണിയുണ്ട്. അതുപോലെ ശ്രീവത്സം എന്നൊരു മാർക്കൊരു സ്കാറുണ്ട് അവിടെ. ആ ശ്രീവത്സം എന്ന് പറയുന്നത് എന്താ? ഈ ഭൃഗുമഹർഷി ചവിട്ടിയ ആ ചവിട്ടുപാടാ. അവിടെ ചോര കക്കിയതാ. ആ കക്കിയ മാർക്കിനെയാണ് ശ്രീവത്സം എന്ന് പറയുന്നത്. അദ്യാഹം ഭഗവൻ ലക്ഷ്മിയ ആസമേകാന്തഭാജനം
വത്സ്യതി ഉരസിമേ ഭൂതി ഭവത്പാദഹതാംഭസ. ഇവിടെ ചെയ്ത പ്രവൃത്തി കോപിഷ്ഠനായി കോപത്തിന്റെ ഉത്കട പ്രകടനമാണ്. അത് ഏറ്റ മഹാവിഷ്ണുവോ അങ്ങേയറ്റത്തെ സ്നേഹവും ഔദാര്യവും ഭക്തിയും വിനയവും ലാഭബോധവും കൂടിയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ കൊണ്ടു നിർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തിലൂടെ ഇങ്ങനെ പറയിപ്പിക്കാനും അതിന് മുന്നോടിയായി ഇങ്ങനെ ഒരു കഠിനമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുമ്പോൾ ആ എഴുത്തുകാരൻ്റെ മനസ്സ് എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഹാവിഷ്ണുവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പല ഭാവനകളും പോവാണ്. എന്താണ്? ഭക്തന്മാർ എപ്പോഴും ഭഗവാനെ ആശ്രയിക്കുന്നവരും സ്തുതിക്കുന്നവരും പാടുന്നവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷെ അവരുടെ ഈ ഭക്തിയും പ്രകടനവും ഒക്കെ ഏകപക്ഷീയമാണ്. ആ ഏകപക്ഷീയമേ ആകൂ എന്നുള്ളതിനാലാണ് നമുക്ക് ബിംബങ്ങളും ചിത്രങ്ങളും പത്മങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ഭഗവാനോട് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര സാന്ദ്രമായിരിക്കുന്ന ഒരു അടുപ്പം മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് ഭഗവാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അപ്രത്യക്ഷനാണ്. അപ്പം അപ്രത്യക്ഷനാണ് ഭഗവാൻ. എന്നാൽ നമുക്ക് തോന്നുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, തോന്നലുകളും ഊഷ്മളതയൊന്നും, അത് അപ്രത്യക്ഷമായാലും അനുഭവസിദ്ധമാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് നമ്മുടെ തോന്നലും വികാരവും പ്രകടമാക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനു വേണ്ടിയിട്ട് ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ചിത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലുള്ളത് കരിങ്കല്ലാണ്, കറുത്ത കല്ലാ വേണ്ടത്. ആ കറുത്ത കല്ലിനെ കറുപ്പ് നിറം കൂടി വരുള്ളൂ എണ്ണയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ. അതിന് നമ്മുടെ ഫീലിങ്സ് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് വിഗ്രഹം. അല്ലാണ്ട് വിഗ്രഹം ഒരിക്കലും ദൈവമാണെന്ന് നാം പറയുന്നില്ല. വിഗ്രഹത്തിന് ദൈവമാക്കുന്നത് തന്നെ താന്ത്രികമായിരിക്കുന്ന ചടങ്ങുകളിലൂടെ ആ ദൈവത്വം അതിൽ അവരോധിക്കുകയാണ് ആര്? തന്ത്രിമാർ. അപ്പം അതിൽ യാതൊരു വ്യാമോഹവും ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ആർക്കും വേണ്ട. കല്ല് തന്നെയാണത്. ആ കല്ലിനെ ദൈവമാക്കി നാം തന്നെ അവരോധിക്കുന്നു മന്ത്രതന്ത്രങ്ങളിലൂടെ. എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഒക്കെ പ്രകടമാക്കി ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണം തോന്നിയാൽ ചെന്ന് കൊടുക്കണം. അടുത്ത ദിവസം ഞങ്ങളുടെ ആശ്രമത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുടുംബക്കാർ വന്നു. അവർ വന്നത് ഗുരുവായൂരിൽ നിന്നാണ്. എന്നിട്ട് പറഞ്ഞു, സ്വാമിജി ഞങ്ങൾക്കൊരു മാല സമർപ്പിക്കാനുണ്ട് ഗുരുവായൂരപ്പന്. അത് സമർപ്പിക്കാനുള്ള സമയം ഉച്ചതിരിഞ്ഞാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് സ്വാമിജിയെ കണ്ട് സ്വാമിജിയും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് വേണം അത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് മാല കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക, ഞാൻ ഒരു 2 ഇഞ്ച് വട്ടത്തിൽ സർവത്ര പതക്കങ്ങളാണ്, വൈരം കൊണ്ടുള്ളത് കല്ലുകളാണ്. എന്നിട്ട് ചെറിയൊരു മാലയും. അവർക്ക് അങ്ങനെ ഒരു വൈരം, ഒരു പതക്കം, ഒരു മാല രൂപത്തിൽ കൊടുക്കണം ഗുരുവായൂരപ്പന് എന്ന് അവർക്കുള്ള തോന്നലാണ്. ഈ തോന്നലിനെ നിങ്ങൾ മാനിക്കണോ വേണ്ടയോ? ആർക്ക് കൊടുക്കണോ എങ്ങനെ കൊടുക്കണോ എന്നുള്ളത് ഇരിക്കട്ടെ. അവരുടെ വിചാരം കൊടുക്കാനാണ്. എന്താ കൊടുക്കാൻ? അവരെങ്ങനെ കൊടുക്കും ഭഗവാന്? ഒരു വഴിയില്ല. നിങ്ങൾ പറയൂ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? എവിടെയാ കൊണ്ടുപോയിക്കുക? കാറ്റത്ത് കൊണ്ടുവയ്ക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ എടുത്തിടണം. ഭഗവാൻ എങ്ങനെയാ കൊടുക്കുക? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണോ? കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് ഇവിടെ പല സ്ഥലങ്ങളിലും പലതുമാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിനടുത്ത് ഒരു ശങ്കരമംഗലം ശിവക്ഷേത്രമുണ്ട്. അതില് ഒരാള് സ്വർണം കൊണ്ടൊരു മാല ഉണ്ടാക്കി കൊടുത്തിരിക്കുക. ഇത് നിങ്ങളൊന്ന് ദിവസേന ചാർത്തണം എന്ന് പറഞ്ഞ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അതുമാതിരി ഇവിടെ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കണ്ടല്ലോ ഈ സംപ്രേഷണത്തിന് വേണ്ടി. ഇത് നമ്മുടെ നാരായണാശ്രമ തപോവനത്തിലുള്ള സമാധി മന്ദിരത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് ഭജനകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ട മുകളിലാണ് ഒരു 1,250 അടി ഉയരത്തിലാണ് പാണ്ഡവഗിരി ദേവീക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ത്രേതായുഗത്തിൽ. ദ്രൗപദിയെ ഭർത്തൃവിജയത്തിനും നെടുമംഗല്യത്തിനും വേണ്ടി അനുഗ്രഹിച്ച ഐതിഹ്യം ഇന്നും ഉണ്ട്. മനുഷ്യർ അതിന് നെടുമംഗല്യം, മംഗല്യസിദ്ധി പൂജയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ആ ദേവിക്ക് പലതും ചാർത്തണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരുടെ മനസ്സിലുള്ള തോന്നല അരിപ്പറ, കയറുകൊണ്ടുള്ള വഴിപാട്, ഇങ്ങനെ പല അപൂർവ സാധനങ്ങളും ഇവിടെ പ്രസിദ്ധമാണ്. അവർക്കങ്ങനെ തോന്നുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ തോന്നുമ്പോൾ പ്രകടമാക്കാൻ ഒരു സൗകര്യം വേണ്ടേ? ചില സ്ഥലത്തിലൊക്കെ കലഹത്തിന് സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. അത്രേ കലഹ സൊസൈറ്റി, പ്രത്യേകിച്ചും വിദേശങ്ങളിൽ. മനുഷ്യർക്ക് കുറേ വായ കൊണ്ട് സംസാരിക്കണം. അതിനെന്താ വഴി? ഒരു സൊസൈറ്റി ഉണ്ടാക്കുക, എന്നിട്ട് കുറേ പറയുക. ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ നടക്കാൻ പോകുമ്പോൾ ആ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയുള്ളവർ ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. എന്താ ഉദ്ദേശം? മനസ്സിലുള്ള വികാരങ്ങളൊക്കെ അങ്ങനെ പോട്ടെ എന്നാ. അപ്പൊ ഭക്തി എന്ന് പറയുന്ന ഊഷ്മളത പ്രകടമാക്കാൻ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ വേണം. ആ മഹാവിഷ്ണുവിനോട് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈശ്വരനോട് എന്ന് പറയുന്നതാണ് രംഗം. ഇപ്പോൾ വേറെ ഒരു സന്ദർഭം എനിക്ക് ഓർമ്മ വരിക. സനകാദികൾ അവർ നിത്യ ബ്രഹ്മചാരികളാണ്. അവർക്ക് പ്രായമാവില്ല, ചെറുപ്പാണ്, ബ്രഹ്മചാരികളാണ്. എവിടെ വേണമെങ്കിലും അവർക്ക് പോവാം. തപോധനന്മാരാണ്, തത്വജ്ഞാനികളാണ്, വളരെ വിശേഷപ്പെട്ടവരാണ്. അവരുടെ ആഗമനം, അവരുടെ സാന്നിധ്യം, അവരുടെ കാലടികൾ ഏത് സ്ഥലത്തും പവിത്രമാക്കുന്നതാണ്.
സനകാദികൾ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് പരമശുദ്ധമാവും. ഭഗവാനെ വിചാരിക്കുന്നതിലേറെയാണ് മഹർഷിമാരെയും സന്യാസിമാരെയും ഭാഗവതോത്തമന്മാരെയും വിചാരിക്കുന്നത്. അത് മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കണം. വിഷ്ണുവാകട്ടെ, ബ്രഹ്മാവാകട്ടെ, മഹേശ്വരനാകട്ടെ ഒക്കെ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങൾ ആരുടെയാ? മനുഷ്യ മനസ്സിന്റെ സങ്കല്പം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യ മനസ്സിൽ പുറപ്പെടുന്ന ആശയങ്ങളെയാണ് സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ വിഷ്ണുവായാലും ബ്രഹ്മാവായാലും മഹേശ്വരനായാലും മനുഷ്യ മനസ്സിലെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിന്? മനുഷ്യ മനസ്സിനെ ശുദ്ധമാക്കാൻ, മനുഷ്യ ബുദ്ധിയെ ബുദ്ധമാക്കാൻ, പ്രബുദ്ധമാക്കാൻ, മനുഷ്യ ഹൃദയത്തെ കോമളവും പവിത്രവുമാക്കാൻ, എന്നിട്ടോ ആത്മാനന്ദ ഭരിതമാക്കാൻ. ആത്മാവിൽ നിന്ന് നിർഗളിക്കുന്ന ആനന്ദം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി സർവത്ര അങ്ങോട്ട് പരക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ പറയുന്നത്. അപ്പൊ സനകാദികളെയും കൊണ്ട് വേദവ്യാസ മഹർഷി എങ്ങോട്ട് പോണു? വൈകുണ്ഠത്തിലേക്ക് പോണു. വൈകുണ്ഠത്തിലേക്ക് പോയപ്പോ അവിടെ ജയവിജയന്മാര് കാവൽക്കാരുണ്ടല്ലോ, അവര് തടുത്തു നിർത്തി. കേൾക്കണുണ്ടോ നിങ്ങള്? സനകാദികളാണ് പോകുന്നത്, അവരെ തടുത്തു നിർത്തി ജയവിജയന്മാര്. സ്വർഗത്തിലും ഉണ്ട് നമുക്കൊരു കട്ടറുമ്പ് എന്ന് പറയും, അതേമാതിരി തടുത്തു നിർത്തിയത് ശരി. ജയവിജയന്മാർക്ക് തോന്നി ഞങ്ങൾ കാവൽക്കാരാ, ആരെ വേണമെങ്കിൽ തടുത്തു നിർത്താം, മീശയും കയ്യിൽ വാളും കോപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ ആരാ ഞങ്ങളോട് പറയാൻ? മഹാവിഷ്ണുവിന്റെ ഭൃത്യന്മാരും സേവകന്മാരുമാണ്. അവർക്ക് മനസ്സിലായില്ല ആരെ തടുത്തു നിർത്തിയോ അവരുടെ മഹിമയെ പറ്റി. ഉടനെ സനകാദികൾ എന്ത് ചെയ്തു? ഞങ്ങളെപ്പോലെയുള്ളവർ എന്നും വന്നു പോകുന്നവരാ, നിങ്ങളെന്താ എന്ന് ഞങ്ങളെ തടുത്തു നിർത്താൻ? ഇതാണോ വിഷ്ണുവിന്റെ കാവൽക്കാരൻ എന്ന് പറയുന്ന ദൗത്യം? രജസ്തമോഭ്യാം രഹിതേ മധുദ്വിഷ, രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ. മഹാവിഷ്ണുവിന്റെ പാദമൂലത്തിൽ രജസ്സും തമസ്സും സ്വല്പമെങ്കിലും ഒരു കണിക പോലും ഉണ്ടാവില്ല. അവിടെ സത്വഗുണമൂർത്തികൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. സത്വഗുണം ശുദ്ധമായി പൂർണ്ണമായിരിക്കണം. നിങ്ങൾ കാണിക്കണത് എന്താ? ഞങ്ങളെ തിരിച്ചറിയാതെ നല്ലൊരു കാര്യത്തിന് ഞങ്ങൾ പോകുമ്പോൾ മഹാവിഷ്ണുവിനും ഞങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതാണ് പരസ്പര ദർശനം. അത് തടഞ്ഞു നിർത്തി എന്ന് വരുമ്പോൾ എത്ര ഗൗരവമുള്ളതാ. അപ്പം നിങ്ങളിവിടെ ഇരിക്കാൻ കൊള്ളുന്നവരല്ല, പോകിൻ അസുരന്മാരായി എന്ന് പറഞ്ഞ് ശപിച്ചു. 3 ജന്മം അവർ പോയി താഴത്ത് വീണു. ഇവരങ്ങടങ്ങ് ചെന്നു. മഹാവിഷ്ണു അവിടെ സിംഹാസനത്തിൽ ഇരിക്കുക. അദ്ദേഹം എണീറ്റ് വരൂ വരൂ സ്വാഗതം എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. ആദ്യം മഹാവിഷ്ണു പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഭൃത്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തതിന് യജമാനനാണ് തകരാറും ദോഷവും. നല്ല ഭൃത്യന്മാരെ വയ്ക്കാത്തത് കൊണ്ടും നല്ല പോലെ പെരുമാറ്റം നടത്തിക്കാത്തത് കൊണ്ടുമാണല്ലോ തെറ്റ് വന്നത്. അപ്പൊ ജയവിജയന്മാർ താങ്കളോട് നടത്തിയ പെരുമാറ്റം എന്റെ ദൂഷ്യമാണ്, അതുകൊണ്ട് ക്ഷമിക്കിൻ. അവര് നിങ്ങളെ ശപിച്ചത് വളരെ നന്നായി എന്ന് പറഞ്ഞ് ആ മഹർഷിമാരെ പറ്റി ആ സനകാദികളോട് അദ്ദേഹം സംസാരിക്കുകയാണ്. യസ്യാമൃതാമലയശ്രവണാവഗാഹ സദ്യഃ പുനാതി ജഗദാശ്വപജാദ്വിഗുണ്ഠഃ സോഹം ഭവദ്ഭ്യ ഉപലബ്ധ സുതീർത്ഥകീർത്തിഃ ചിന്യാം സ്വബാഹുമപിവ പ്രതികൂലവൃത്തിം. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതൊക്കെ വായിച്ച് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന്. ആരാ മറുപടി പറയാ? ഞാൻ തന്നെ വേണം മറുപടി പറയാൻ. എനിക്ക് തോന്നി പറഞ്ഞു തരണം, ഗ്രഹിപ്പിക്കണം. യസ്യാമൃതാമലയശ്രവണാവഗാഹ സദ്യഃ പുനാതി ജഗദാശ്വപജാദ്വിഗുണ്ഠ. നിങ്ങളൊക്കെ എങ്ങനത്തെവരാ താങ്കൾ എന്നറിയാമോ? അമൃതാമലയശ ശ്രവണാവഗാഹ. നിങ്ങളെല്ലാവരും വരുത്തി തീർക്കുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന നിലവിലുള്ള പ്രസിദ്ധി മുഴുവനും. മഹാവിഷ്ണു എല്ലാവരുടെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്നവനാണ്. അഘൗഘം മുഴുവനും പാപകൂമ്പാരം മുഴുവനും നശിപ്പിക്കുന്നവനാണ്. പരമകല്യാണത്തിന്റെ നിധിയാണ്, മോക്ഷദാതാവാണ്, കല്യാണകാരിയാണ്, സുന്ദരമൂർത്തിയാണ്, സൗശീല്യത്തിന്റെ പ്രത്യക്ഷ ഭാവമാണ് എന്നിങ്ങനെ പല കാര്യങ്ങളും മഹാവിഷ്ണുവിനെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നതായ യശസ്സും കീർത്തിയൊക്കെ ഉണ്ടല്ലോ, അതിൽ സ്വല്പമെങ്കിലും ഒരാൾ സ്നാനം ചെയ്താൽ ആ ആൾക്ക് ശുദ്ധി വരും. അങ്ങനെ മഹാവിഷ്ണുവിന്റെ വർണ്ണവിവരണ ഗംഗയിൽ കുറച്ചെങ്കിലും കുളിച്ചാൽ എല്ലാവരും ശുദ്ധമാകും എന്നുള്ള ഒരു നില ലോകത്തിൽ പ്രസിദ്ധമാണ്. ആ പ്രസിദ്ധമായി തീർന്നത് എങ്ങനെയാ? ജഗദാശ്വപജാദ് വിഗുണ്ഠ. അതിന് മുഴുവൻ ഞാനിപ്പോൾ അർത്ഥം പറയണില്ല. എന്താ വെച്ചാൽ ഏറ്റവും എല്ലാം കൊണ്ടും ഒരു താണനിരത്തിലുള്ള പെരുമാറ്റമുള്ളവർക്ക് പോലും പെട്ടെന്ന് പരിശുദ്ധി വരുത്തുന്നതാണ് മഹാവിഷ്ണുവിനെ സംബന്ധിച്ച കീർത്തനങ്ങളും പേരുകളും വർണ്ണനകളും വിവരണങ്ങളും കേൾക്കുന്നത്. ആ ശ്രവണം എന്ന് പറയുന്നതിൽ മനസ്സിനെ ഒന്ന് കുളിപ്പിച്ചാൽ മതി, എല്ലാവർക്കും ശുദ്ധി വരും. ഈ ശുദ്ധി ഇങ്ങനെ ആയത് എങ്ങനെയാ? സോഹം ഭവദ്ഭ്യ ഉപലബ്ധ സുതീർത്ഥകീർത്തി. ഭവദ്ഭ്യ ഉപലബ്ധ സുതീർത്ഥകീർത്തി.
അങ്ങയെപ്പോലുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള വിവരണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് ഈ കീർത്തി. അപ്പൊ എൻ്റെ കീർത്തിക്ക് പോലും നിദാനമായിരിക്കുന്ന സനകാദി മഹാത്മാക്കളെ എനിക്ക് പറയാനുള്ളത്, ചിന്യാം സ്വഭാവുമപി വഹ് പ്രതികൂല വൃത്തിം. എൻ്റെ കൈ പോലും താങ്കൾക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്തു എന്ന് വന്നാൽ അതിനെ മുറിച്ചു കളയാൻ ഞാൻ മടിക്കില്ല. നിങ്ങൾ കേൾക്കണുണ്ടോ എന്താ അവിടെ പറയണത്? ചിന്യാം സ്വബാഹുമപി വഹ് പ്രതികൂല വൃത്തിം. അങ്ങേ പോലുള്ളവർക്ക്, താങ്കളെ പോലുള്ളവർക്ക് എന്തെങ്കിലും അഹിതമോ നിന്ദയോ പ്രവർത്തിച്ചു പോയി എൻ്റെ കൈയാണെന്നിരിക്കലും ആ കയ്യിനെ പോലും ഞാൻ വെട്ടുന്നു. ഞാനിത് വായിച്ചിട്ട് എന്താ എൻ്റെ മനസ്സിലുള്ള വിചാരം എന്ന് നിങ്ങളോട് എങ്ങനെ പറയും? ഞാൻ മഹാവിഷ്ണു പറയാണ് ആരോട്? സനകാദികളോട്. വാസ്തവത്തിൽ ഒരു മഹാവിഷ്ണുവും സനകാദികളും അവിടെ വന്ന് പറഞ്ഞു എന്നാണോ ഇതിനർത്ഥം? അല്ല, ഭാവനാത്മകവും സാങ്കല്പികവുമായിരിക്കുന്ന ഈ വർണ്ണനാ വിവരണമുണ്ടല്ലോ, ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ സംഹിത, അതിൽ ആ പരമഹംസ കവി, പരമഹംസ അതിൻ്റെ ഉപജ്ഞാതാവ്, അത് എഴുതിയിട്ടുള്ള ആളുണ്ടല്ലോ, ഓഥർ, അദ്ദേഹം എഴുതുകയാണ്, എൻ്റെ കയ്യിനെ പോലും ഞാൻ വെട്ടിക്കളയും എന്നാ പറയുന്നത്. ചിന്ത്യാം, മുറിച്ചങ്ങോട്ട് കളയുന്നു. യത്സേവയാ ചരണപത്മപവിത്രരേണും സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീർവിരക്തമപി മാം വിജഹാതി യസ്യാഹ പ്രേക്ഷാലവാർത്ഥമിതരേ നിയമാൻ വഹന്തി. യത്സേവയാ ചരണപത്മപവിത്രരേണും സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം. എൻ്റെ നില എങ്ങനെയാ? യത്സേവയാ, അങ്ങയെപ്പോലുള്ളവർ എന്നെ സേവ ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷകൻ, ശുശ്രൂഷ ചെയ്യുന്നവൻ എൻ്റെ അടുത്ത് വരണമല്ലോ. എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും കാലടികളും കൂടി ഉണ്ടാവുമല്ലോ. ആ കാലടികളിൽ നിന്ന് പുറപ്പെടുന്നതായ പവിത്രരേണും ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? സനകാദികളോട് മഹാവിഷ്ണു പറയുകയാണ്, താങ്കളെ പോലെയുള്ളവർ എന്നെ വന്ന് ശുശ്രൂഷിച്ച് ആ ശുശ്രൂഷണ വേളയിൽ അവരുടെ കാലടികൾ എൻ്റെ അടുത്ത് ഉണ്ടാവൂലോ. ആ കാലടികളിൽ നിന്ന് പുറപ്പെടുന്ന രേണു, ധൂലി, പൊടിയുണ്ടല്ലോ, ആ പൊടിയിൽ ഞാൻ അങ്ങട് മുഴുകി അതെൻ്റെ മേല് പറ്റി ആ ഉടനെ സദ്യ അത് പറ്റിയതും ക്ഷതാഖിലമലം പ്രതിലബ്ധശീലം, അതോടുകൂടി എന്നെ ഉള്ളിലുള്ള എല്ലാ വിധത്തിലുള്ള മലങ്ങളും മാലിന്യങ്ങളും അങ്ങോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങി അങ്ങനെ വരുമ്പോഴാണ് നശ്രീർവിരക്തമഭിമാം വിജഹാതി യസ്യാഹ, ഞാൻ വളരെ വലിയ വിരക്തനാണ്, എന്നാലും ഇത്രയധികം പവിത്രത എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഉള്ളോ എന്ന് വിചാരിച്ചിട്ടാണ് മഹാലക്ഷ്മി എന്നെ വിടാതെ എൻ്റെ കൂടെ ഇരിക്കുന്നത്. പ്രേക്ഷാവലാർത്ഥമിതരേ നിയമാൻ വഹന്തി. മഹാലക്ഷ്മി എങ്ങനത്തെ ആളാ? ദേവന്മാർ പോലും പല വിധത്തിലുള്ള തപോനുഷ്ഠാനങ്ങളിലൂടെ ഈ മഹാലക്ഷ്മിയെ ഒരു അര സെക്കൻഡ് പോലും ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് വിചാരിച്ച് തപസ് ചെയ്യുന്നു. ആ മഹാലക്ഷ്മി അതിവിരക്തനായാൽ പോലും എന്നെ വിടാതെ ഇരിക്കുന്നു. ഇതിനുള്ള കാരണം നിങ്ങളുടെ പാദധൂലി എനിക്ക് തന്നിട്ടുള്ളതായ പവിത്രതയാണ് ഇതിന് കാരണം.